മോഡറേറ്റർ പയ്യനായിരുന്നു, 1 വർഷം മുമ്പ് മരിച്ചുപോയി. അത് ഈ എന്ത് ആദ്യമായിട്ട് കുണ്ണത്തരം എന്തെങ്കിലും വായിന്ന് വരുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നിനക്കൊക്കെ അത് ചിലപ്പോൾ ആ അറ്റാച്ച്മെന്റ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മോഡറേറ്റർ ചെറുക്കന 1 വർഷം മുമ്പ് അവൻ മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തതാണ്. അപ്പോൾ അവൻ്റെ ഓർമ്മ എല്ലാ ലൈവിലും ഉണ്ടാവണമെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ലൈവ് തുടങ്ങുമ്പോഴും അത് ഇടാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം ഗൈസ്. നിങ്ങൾക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നു. നിങ്ങൾക്ക് ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ ഇൻവേർട്ടർ കത്തിപ്പോയി ഗൈസ്. അത് എന്തോ ഞാൻ പോയി നാട്ടിൽ ഇടിയും മഴയൊക്കെ ആണെന്ന് ഞാൻ ഇവിടെ വരുമ്പോഴും അറിയണം. ഇവിടെ ഇന്നും മഴയായിരുന്നു കേട്ടാ. എന്താന്ന് വെച്ചാൽ ഗൈസ് ഉണ്ടല്ലോ, എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറിൻ്റെ എന്തോ ഷോർട്ടായി. അപ്പോൾ ഈ കറണ്ട് പോയാൽ ഇൻവേർട്ടർ ഇത് ഓഫായി പോകും. അതാണ് പ്രശ്നം, അതാണ് മെയിൻ പ്രശ്നം. വാച്ചിങ് കാണിക്കുന്നില്ല. വാച്ചിങ് ഇപ്പം 9.8K ഉണ്ട് ബ്രോ. ഇപ്പം 9.8K വാച്ചിങ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം, എല്ലാവർക്കും ഹായ് 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 ഹായ്. അഥവാ ഇൻ കേസ് ഓഫായി പോയാൽ, എൻ്റെ ലൈവ് ഡിസ്കണക്റ്റ് ആയാൽ ഇത് കറണ്ട് പോയി എന്നാണ് അർത്ഥം കേട്ടാ. എന്തോ ഒരു ഇത് പറ്റി. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നാളെ ഉച്ചയ്ക്ക് പുള്ളിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഹായ് ശാന്ത ഗെയിമിങ്. ശാന്ത ബ്രോ ഉദ്ദേശിച്ച ശാന്തയ്ക്ക് മറ്റേ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് മഞ്ഞ സാരിയൊക്കെ എടുത്ത് കുണിങ്ങി വരുന്ന പുള്ളിക്കാരിയല്ലേ? പുള്ളിക്കാരിയുടെ ലൈവ് അല്ല ഇത്. പുള്ളിക്കാരി എവിടെയെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇടയ്ക്ക് സാരിയൊക്കെ ഉടുത്ത് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഷെഡിൽ വരും. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് എൻ്റെ ചാനലിൻ്റെ പേര് ഈഗിൾ ഗെയിമിംഗ് എന്നാണ്. ഞാൻ അങ്ങനെ സാരി ഒന്നും ഉടുത്ത് ഞാൻ അങ്ങനെ വരാറില്ല. SRR ഡിസ്മാൻഡില്ല. SRR ഞാൻ അറിഞ്ഞടാ. SRR ഡിസ്മാൻഡിലായി. സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അടി വഴക്കൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2-3 അടിയും കൂടെ നമുക്ക് ഫൈറ്റായിട്ട് എടുത്ത് തീർക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ ഗ്യാങ്സിൻ്റെ ഒക്കെ അടുത്ത് വള്ളി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു റേജിലൊക്കെ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാധനം SRRയുടെ സൈഡിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ കുറേ വാറുകളിൽ നമുക്കത് ഉണ്ടായിരുന്നു. ജയിക്കണം എന്നുള്ളൊരു ഇതാഗ്രഹവും ജയിക്കണം എന്നുള്ളൊരു ഇതും. സോ SRRയെ ഡിസ്മാൻഡിലാക്കിയേക്കാണ്. സോ പ്ലേയേഴ്സ് വെരി ഫണ്ണി. ഫണ്ണൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ മച്ചാനെ, ഇവിടെ ഇരി കാണ്. പിന്നെ ഞാൻ MRCയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസിനും എനിക്ക് പൈസ ആയിട്ട് കിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സോ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോട് ഞാൻ എങ്ങനെ അറിയിക്കുമെന്ന് അറിയില്ല. കാരണം നിങ്ങളുടെ ആൾക്കാരൊക്കെ ലൈവും കാര്യങ്ങളും ഒക്കെ വരുന്നിട്ട് പോലും എന്താ പറയുക, അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇവിടെ വന്ന് എൻ്റെ അതും കിക്ക് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ടായിട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. ബട്ട് സ്റ്റിൽ യു ഗൈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് എന്താ പറയുക, ഇവിടെ വന്ന് നിങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. അതിനൊരു വലിയ താങ്ക് യു ആദ്യം തന്നെ പറയണം. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാ സൈഡിൽ നിന്നും എല്ലായിടത്തും വന്ന് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. ആൻഡ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ലൈവ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സേജുകളും അതായത് വോക്കൽ കോഡ്, മനുഷ്യൻ്റെ ഒരു വോക്കൽ കോഡൊക്കെ മറ്റേ പറയണത് പോലെ ഡെവലപ്പായി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇരിക്കുന്ന പിള്ളേർ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ അകത്ത്. അതും കേരളത്തിൻ്റെ ഒരു സൈഡുകളിലും പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലത്തെയൊക്കെ ഇതിലാണ് ശബ്ദങ്ങളിലൊക്കെയാണ് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ അതിനെപ്പറ്റിയല്ല ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ ആ ഒരു പെർട്ടിക്കുലർ ലൈവിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പം ഈവൻ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാരും നമ്മുടെ ഓഡിയൻസിനും വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഭയങ്കര ഞാൻ എൻ്റെ സ്വന്തം സൈഡിൽ നിന്ന് തന്നെ പറയാം, ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് സംസാരിച്ചത് എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു വ്യക്തത എനിക്ക് തരണം. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് ഞാൻ പറയുകയാണ്, ഇത് വേറെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത് കൊണ്ട് പറയാം. അവർക്കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിനക്കൊക്കെ ഇവിടെ ഇരുന്ന് തെറി ഊമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല തള്ളക്കി വിളിക്കാൻ തിരിച്ചു വിളിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായ? അപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ കയറത്തുള്ളൂ. അപ്പം മര്യാദയ്ക്ക് ഇരുന്ന് കേൾക്കാമെന്നുണ്ടെങ്കിൽ കേൾക്കണം. ഇവിടെ തെറി ഊമ്പിക്കൊണ്ടിരുന്ന മുട്ടൻ തെറി, അതിനൊക്കെ തെറി, നിന്നേക്കാളും തെറി എനിക്ക് വിളിക്കാനറിയാം. അത് നീയൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നവന്മാർക്കെല്ലാം കിട്ടിയിട്ടുള്ളതും ആണെന്ന് എനിക്ക് തന്നതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയണ കാര്യം, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ഉള്ള മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സോ അപ്പം
ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈവ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചോ. അതായത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല, ഞാൻ ഇവരെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടില്ല. എന്നിട്ടും പെട്ടെന്ന് ഞാൻ ഒരു മനുഷ്യൻ ഒരു ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്തിനായിരിക്കും ഞാൻ ട്രിഗർ ആയത്? വെറുതെ ഞാൻ വന്നിട്ട് ഒരു ദിവസം വന്നിരുന്ന് ആൾക്കാരെ അവരെ വിളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ വെറുതെ എനിക്ക് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇതുവരെ ഇത് അതിനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേസ്. എന്തിനാണ് ഇത്രയും നാൾ വരെ ഞാൻ വെയിറ്റ് ചെയ്ത്? എന്തിനാ? ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഞാൻ ഇവിടെ വന്നിരുന്ന് MRC പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം, എനിക്കിത് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഈവൻ ദോ ഇത് കുറെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, തൊപ്പിയുടെ സൈഡിൽ നിന്ന് പോലും എൻ്റെ അടുത്ത് കുറച്ച് പേര് ആൾക്കാർ പറഞ്ഞ ചാറ്റ് നോക്കിയിട്ട് തൊപ്പിയെ എന്തിനാണ് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തതെന്ന്. നമ്മൾ MRC ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കോണ്ടിരുന്ന സമയത്ത് പോലും ചാറ്റ് നോക്കിയിട്ട് ചാറ്റിൽ ഈഗിളിനെ പേടിയാ എന്ന് പറഞ്ഞിട്ട് തൊപ്പി, നമ്മൾ MRC ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഒരു പ്രശ്നവും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന സമയത്ത് പോലും തൊപ്പി ചാറ്റ് നോക്കിയിട്ട് ഈഗിളിനെ പേടിയാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പൊക്കെ ഇറങ്ങി എനിക്ക് ഈഗിളിനെ അല്ല ദൈവം തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ എന്ന് പറഞ്ഞ് ചാറ്റ് നോക്കി തൊപ്പി എനിക്കെതിരെ പോലും റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഞാനത് അവനോട് ചോദിച്ചിട്ടുമുണ്ട്, എന്തിനാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം ഈ ചാറ്റ് നോക്കി ട്രിഗറായെന്നുള്ള പറഞ്ഞ കാര്യം വിട്ടോ. പക്ഷേ എന്നാലും അതൊരു ശരിയാണ്, ഞാൻ ചാറ്റ് നോക്കിയിട്ടാണ് തൊപ്പിയെ ഡ്രാഗ് ചെയ്തത്. അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് പ്യുവറായിട്ട്. കാരണം അവൻ്റെ വലിയൊരു പേഴ്സണൽ ഇഷ്യൂവിൽ ഇരിക്കുക. ആ ഒരു പേഴ്സണൽ ഇഷ്യൂവിൽ ഞാൻ എക്സ്ട്രീം എൻ്റെ ട്രിഗർ പോയിന്റിലായിരുന്നു. ഞാൻ ട്രിഗർ പോയിന്റിലായിരുന്ന സമയത്താണ് തൊപ്പിയെ ഞാൻ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. സോ അതെൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് കരുതി ഇതിന് തൊപ്പി നാളെ വന്ന് ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. അവൻ ഇതിൻ്റെ കാര്യത്തിൽ 100 വേണമെങ്കിൽ അവരാധിക്കുക, എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ അവനോട് തീർത്തോളാം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു കൺഫെഷൻ അല്ല, മനസ്സിലായോ? ഞാൻ അവനെ പറഞ്ഞത് എൻ്റെ എക്സ്ട്രീം ട്രിഗറിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പെട്ടെന്ന് അവൻ്റെ ചാറ്റിനകത്ത് ഈ പറയണത് പോലെ എൻ്റെ ചാറ്റിനകത്ത് വന്ന് ഞാൻ ഇങ്ങനെ വേറൊരു കാര്യമോടെ ഉണ്ട് ഗൈസ്. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ തൊപ്പിയുടെ അച്ചീവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് റിപ്ലൈ തരുന്നത്. പക്ഷേ ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് എൻ്റെ സ്വന്തം അച്ചീവ്മെൻറ്റ്സ് വെച്ചിട്ട്. അതാണ് ഡിഫറൻസ്, മനസ്സിലായോ? ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്ന തൊപ്പിയുടെ അച്ചീവ്മെന്റ്സും തൊപ്പിയുടെ കാര്യങ്ങളും വെച്ചിട്ടാണ് ഫ്രം ദ ബിഗിനിങ്. അത് അന്നോട്ടേ എങ്ങനെയാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അച്ചീവ്മെന്റ്സ് വെച്ചിട്ടും എൻ്റെ സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരുടെ അടുത്ത് റിപ്ലൈ പറയണത്. അത് വേറൊരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുക, അത് മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ എനിക്ക് ഈ ചാറ്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ പ്രൊവോക്കേഷന്റെ പുറത്ത് പറ്റിയതാ. എനിക്ക് ഈ ഗെയിമും സ്ട്രീമിലും ഒക്കെ എനിക്ക് ഒരുപാട് മെന്റൽ പ്രഷർ സംഭവിക്കാറുണ്ട്. ഈ മെന്റൽ പ്രഷർ സംഭവിക്കാറുള്ള സമയത്ത് ഞാനും ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ എടുത്ത് പോകാറുണ്ട്, ഗ്യാപ്പ് ഇതാക്കാറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഈ പറയണത് പോലെ ഈ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിക്കവർ ആവാൻ ഒരു ടൈം എനിക്ക് എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സാധനം ഞാൻ റെസ്പെക്റ്റ് ചെയ്തില്ല പെർട്ടിക്കുലർ മൊമെന്റിലൊന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ എക്സ്ട്രീം റേജിലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ഒരു സ്റ്റോറി എനിക്ക് കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയാനുണ്ട്. എനിക്ക് ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് ഗൈസ് ഈ തെറി പറയണവന്മാരെ വിട് ഗൈസ്. ഇവന്മാര് നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഒരു മെയിൻ കാരണം പോലും ഇവന്മാരെ ഇനി ഞാൻ എന്ത് പറഞ്ഞ് ഇമ്പ്രസ് ചെയ്താലും ഇവന്മാരിരുന്ന് സ്പാം ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലായോ? ഇവന്മാർ ഇനി എന്ത് പറഞ്ഞാലും അവരെ വിട്ടോ. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകൂടെ ഞാൻ തൊപ്പിയുടെ കാര്യം, അതായത് വാച്ചിങ്ങിൻ്റെ കേസിലും അവൻ ഒരു ടൈമിൽ കാണിച്ച സാധനം ഞാൻ എടുത്തു വെച്ച് പറഞ്ഞായിരുന്നു. അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഇപ്പോഴും ഇത് എടുത്ത് പറയുക. അവൻ എന്നെ ഒന്നും പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ടോ അല്ല ഞാൻ ഇങ്ങനൊരു സാധനം എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതല്ലാതെ അവനെ പേടിച്ചിട്ടും ഇതാക്കിയിട്ടും അല്ല ഞാനിത് പറയണമെന്ന് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള ഈ പറയണ അവനെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിനക്കൊക്കെ വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിട്ട് കളയാം, മനസ്സിലായ? അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇത് കുറച്ച് ബാക്കിലോട്ടുള്ള സ്റ്റോറിയാണ്. അതായത് പേരിട്ട് തന്ന ആൾക്കാർക്കൊക്കെ തിരിച്ച് പേരിട്ട് തരാൻ എനിക്കറിയാം. പിന്നെ വേറൊരു ഈ ലൈവ് ഞാൻ എക്സ്ട്രീം അവരാധിക്കാനാണ് വന്നത്. പക്ഷേ വേറെ ഒരു കാര്യം എനിക്ക് കൺസിഡർ ചെയ്യണം ഗൈസ്. MRCയുടെ ഓണർ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലത്തെ ഇവരൊന്നും അല്ല. MRCയുടെ ഓണർ MRC തുടങ്ങിയതും ഇവരൊന്നും അല്ല. നിനക്കൊക്കെ അറിയാത്ത MRC ഉണ്ട്, മനസ്സിലായ? നിനക്കൊക്കെ ഇതിനകത്ത് ആൾക്കാരുടെ എഫേർട്ടും ഇതെല്ലാം
ഒരാളുടെ ഒരു സ്ട്രീമർ അതിൽ നിന്ന് ഫേമസ് ആയി എന്നതുകൊണ്ട് മാത്രം നിനക്കൊക്കെ അറിയാവുന്ന ഒരു MRC ഉണ്ട്. ആ MRC അല്ല മൊത്തത്തിലുള്ളത്. ഈ MRC എന്ന് പറയുന്ന ഓർഗിനൊരു ഒരു 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 ഇതുണ്ട്. അത് ആ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പം ഈ കരയാൻ വരുന്നവനൊക്കെ അന്ന് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മനസ്സിലായ? ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊക്കെ. അപ്പോൾ ആ MRCക്ക് ഒരു ഈ പറയണ ഒരു ലെഗസി ഉണ്ട്. ആ MRCക്ക് ഒരു ഓണർ ഉണ്ട് ഇപ്പോഴും. ആ MRCയുടെ ഓണർ നമ്മുടെ അശ്വിൻ ചേട്ടനാണ് ഇപ്പൊ കറന്റ്. മനസ്സിലായ? അശ്വിൻ ചേട്ടനാണ്. വൈ യു ആർ കേഴ്സിങ്. അയ്യോ അത് ഞാൻ കണ്ടില്ല, എന്തായിരുന്നു എന്തോ അത് ഞാൻ വൈ യു ആർ കേഴ്സിങ് വേർഡ്സ് ടു വൈ യു ആർ യൂസിങ് ദിസ് കേഴ്സിങ് വേർഡ്സ് ടു ലുക്ക് ടഫ്. ഓ, ഈ ടഫ് ലുക്ക് ഇതൊക്കെ മറ്റേ ജെൻസി സാധനമാണല്ലേ. ലുക്ക് സ്ലേ. ഓ ബ്രോ, ഞാൻ അതിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ കറൻ്റ്ലി ഗോഗു അവൻ്റെ ഫുള്ള് കാര്യങ്ങളും ബാക്കി ഈ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ബൈ ലീഗലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് എടുക്കണം. പിന്നെ എന്താ പറയുക, കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ മാർസലസ് എന്ന് പറയുന്ന ഈ MRC എന്ന് പറയുന്ന കമ്പനി ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൻ്റെ ഓണർഷിപ്പ് കയ്യിലുള്ളത് അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ്. മനസ്സിലായോ? അശ്വിൻ ചേട്ടൻ്റെ കയ്യിലാണ് അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് അശ്വിൻ ചേട്ടൻ കൂടെ എന്നെ വിളിച്ച് ഇതിനകത്ത് പറഞ്ഞപ്പോൾ എനിക്കൊരു പറഞ്ഞടാ ഇത് എങ്ങനെയെങ്കിലും ഇതാക്കി തീർക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതുകൊണ്ട് ഞാനിതിനകത്ത് എക്സ്ട്രീം അപരാധത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് കുറേയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബ്രോ അസ് എ TVA ഫാൻ, MRC ഫാൻ കൊണ്ടുപോകണം. കാരണം MRC മെമ്പേഴ്സിനോടും ലീഡേഴ്സിനോടും പറഞ്ഞത് ശരിയായില്ല. ബ്രോ ഞാൻ അതിലേക്കല്ലേ വരുന്നത്. ചില്ലാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് തൊപ്പിയോട് പറഞ്ഞതിനുള്ള കാര്യം, ഞാൻ തൊപ്പിയുടെ പേര് ഡ്രാഗ് ചെയ്തതിനുള്ള ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുള്ള ക്ഷമ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിലല്ല ബ്രോ, ഇത്രയും ഡീപ്പ് ആവല്ലേ. എടാ നിനക്ക് സമയമില്ലെങ്കിൽ നീ കേൾക്കരുത്. ഞാൻ ഇത് മറ്റേ സീരിയൽ പോലെ പറയുള്ളൂ. അതേപോലെ ഭയങ്കര പതുക്കെ പറയത്തുള്ളൂ. നീക്കല്ല പറഞ്ഞ എനിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് കുറച്ചു നേരം ഇരിക്കാൻ പോവാ. നീ എല്ലിട്ടാലും എന്ത് അണ്ടി ഇട്ടാലും ഞാനിത് ഇങ്ങനെ പറയത്തുള്ളൂ. നീ എന്തോ വിചാരിച്ചു? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്ന് നീ കേൾക്കാൻ വന്നതാ, പറയടാ. അത് പിന്നെ സോറി പറയാ, അത് പറ്റിപ്പോയതാ. ഞാൻ എന്തോ അടിച്ചു കയറ്റിട്ടാ ലൈവ് ഇട്ടത്. അതാ ശരി, MRC ആയിട്ട് പ്രശ്നമൊന്നുമില്ല, നാളെ തൊട്ട് ഉണ്ടാവില്ല. ഇതിങ്ങനെ പറഞ്ഞിട്ട് പോണോ ഞാൻ നിന്റെ അടുത്ത്? നിന്റെ സൗകര്യത്തിന് ഞാൻ ഇരിക്കണോ? വേണേ കേട്ടിട്ട് പോടാ, പോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും കൂടി ഇതിനകത്ത് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് ഞാനൊരു ലിമിറ്റ് വരെ ഇത് കുറയ്ക്കുക. എനിക്ക് പറയാനുള്ള ഒരു സാധനത്തിൻ്റെ ലിമിറ്റ് ഞാൻ ഇതിനകത്ത് കുറയ്ക്കുക. ഞാൻ ഓരോ പേരും അതും നീയൊക്കെ ഓരോ ഇരട്ട പേരിട്ട് തരുമ്പോൾ തിരിച്ച് ഞാൻ നിനക്ക് നിട്ട് തന്നിട്ടേ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ്, അപ്പം ഫ്രം ദ ബിഗിനിങ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിൽ ഇതൊന്നും അറിയാവുന്ന MRC ഓഡിയൻസ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രം ദ സ്റ്റാർട്ട് ഈ ഒരു ഗ്യാങ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മാക്ക് നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടും നമ്മളുമായിട്ട് നല്ല രീതിയിൽ സിറ്റിക്കകത്തും സിറ്റിക്ക് പുറത്തും പൊക്കോണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ഈ പർട്ടിക്കുലർ മാക്കിനെ പോലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നൊരു സമയമുണ്ട് TVA. അതായത് TVA മാക്കിനെ ഒരു ഗ്യാങ് ഇതാക്കിയപ്പോൾ സമയത്ത് നമ്മൾ മാക്കിനെ പോയിട്ട് മാക്കിന് വേണ്ടി ഞാൻ കയറി TV എന്നല്ല ഞാൻ പറയണം, ഞാൻ വരെ ഉച്ചയ്ക്ക് കയറി മാക്കിനായിട്ട് അവരാധിക്കുന്ന കണ്ടപ്പോൾ മാക്കിനെ കൂടെ കയറി. അത് ഏത് ഗ്യാങ് ആയിരുന്നു? K51 ആണെന്ന് തോന്നുന്നു. K51 എന്തോ ആണെന്ന് തോന്നുന്നു. അവരെ സിറ്റുവേഷനിൽ കയറി ഞാനിത് പോയി ഗ്യാങ് സിറ്റുവേഷൻ ആക്കി 15 ദിവസം TVA ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് പറയാനുള്ള കമ്മിറ്റ്മെന്റ്സ് സ്റ്റാർട്ടിങ് ഞാൻ പറയാൻ പോണത് അവിടെ നിന്നാണ്. എടാ ഈ TVA ശാന്ത അങ്ങനെ ഒരാൾ നമ്മുടെ അകത്ത് ഇല്ല. ഇതൊക്കെ വല്ല വേണ്ട, ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അവിടെ നിന്നാണ് നമ്മൾ TVA എന്നുള്ള ഒരു സാധനം ഇവരുടെ അടുത്തുള്ള കമ്മിറ്റ്മെന്റ്സും കാണിച്ചു തുടങ്ങിയത്. ഓക്കെ, വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തു. വൺസ് ഗ്യാങ് മോണിറ്ററിങ് പീരീഡിലായപ്പോൾ തന്നെ MRCയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും വന്ന് സിറ്റിയിൽ സിറ്റുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ സൈഡിൽ നിന്ന് റൂൾസ് അറിയാത്ത
റൂൾസ് അറിയാത്ത കുറേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ് സിറ്റിയിലുണ്ടായി. അതായത് അവർക്ക് റൂൾസ് അറിയാൻ പറ്റാതെ പോയത്, ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിൽ ഒരുപാട് ഷമീറിന്റെ സൈഡിൽ നിന്നും റാംബോയുടെ സൈഡിൽ നിന്നും ഇവരുടെ സൈഡിൽ നിന്നും എല്ലാം ഉണ്ടായി. ഞാൻ എന്നിട്ട് എൻ്റെ ടി വിയുടെ ഗ്രൂപ്പിൽ ഞാൻ പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഇത്രയും വൾഗർ ആവുന്നതിന് മുമ്പത്തെ കാര്യം, എം ആർ സിയുടെ പേരെടുത്ത് സിറ്റുവേഷൻ എടുക്കാൻ ആർക്കെങ്കിലും മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ അത് മറന്നോ, അത് എന്തായാലും തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലോലന്റെ സൈഡിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. ഞാൻ ലോലനെ പ്രത്യേകമായിട്ട് വി സിയിൽ വിളിച്ച് ലോലനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇനി ഇത് ചെയ്താൽ നിന്നെ ടി വിക്കകത്തുനിന്ന് എടുത്ത് ഞാൻ ലൈനപ്പിൽ നിന്ന് എടുത്ത് മാറ്റി ബെഞ്ചിലിടും എന്ന് പറഞ്ഞു. അപ്പോൾ ലോലിന് കാര്യം മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരു മീറ്റിംഗ് കൂടെ വിളിച്ചു. ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, അവർ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്, ഗ്രോയിങ് സ്റ്റേജിലാണ്, അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ. നമ്മളിപ്പോൾ സിറ്റുവേഷൻ എടുക്കണ്ട. സിറ്റുവേഷൻ എടുക്കാൻ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്ന ഒരു സമയമുള്ളപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പേഴ്സിനെല്ലാം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. കാര്യങ്ങൾ ഏകദേശം മനസ്സിലായപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഓക്കെ ഇനി ഞാൻ സിറ്റുവേഷൻ ഇത് സീരിയസ് ആയിട്ടാണ് പറയണത് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സാധനം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ ഇനി വേണ്ട എന്നുള്ള രീതിയിൽ. സോ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ഇതാക്കി നമ്മളതായിട്ടുള്ള രീതിയിൽ മൂവ് ഓൺ ചെയ്യുക. കൺവേർട്ടിങ് കിങ്, നിനക്കൊക്കെ എങ്ങനെ വേണേ പറയാം, ഈ മെസ്സേജ് പ്രൂഫ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇവിടെ ഇരുന്ന് കാണടാ പട്ടിപ്പൊലയാടി മോനെ. അന്നേരം നിനക്ക് മെസ്സേജുകൾ റിയൽ ലൈഫിലെ മെസ്സേജുകൂടെ കാണാം. അന്നേരം നീ കൺവേർട്ടിങ് ആണോ അണ്ടിയാണോ എന്ന് നീ തീരുമാനിച്ചാൽ മതി. എടാ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ ഈ അപ്പുറത്തിരുന്ന് RP കാണുന്ന ഒരു 1500 പേരെ എനിക്ക് ഇംപ്രസ് ചെയ്തിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു അണ്ടിയും കിട്ടാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഓഡിയൻസിനോടാണ്. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചോളാം. നീ വേണേ കേട്ടാൽ മതി, നീ വേണേ കണ്ടിട്ട് പോയാൽ മതി. നിനക്ക് കൺവേർട്ട് ഗുണം എന്തോ ആയിക്കോട്ടെ, നിനക്ക് എന്ത് വേണേ വിശ്വസിക്കാം. നിന്നെ എനിക്ക് ഇംപ്രസ് ചെയ്ത് നാളെ തൊട്ട് എൻ്റെ ലൈവ് ഇരുത്തി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അത് നീ പറയണ്ട. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്തെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ നമ്മുടെ കൂടെ RP ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ ഷെയ്ക്ക് വന്നു, ഷെയ്ക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ടായിരുന്നു. മാക്കിൻ്റെ കൂടെ RP ചെയ്യാറുണ്ട്. തൊപ്പി വന്നിട്ടുണ്ട്. തൊപ്പിയുടെ കൂടെ നമ്മൾ സാബ്ഗുരു ഷെയ്ക്കിൻ്റെ ഐലൻഡിൻ്റെ പരിപാടി, എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും സഹകരിച്ച് നല്ല രീതിയിൽ പോവാം. ഇപ്പം എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു പെർട്ടിക്കുലർ ദേഷ്യമോ ഈഗോ ആദ്യമേ ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വൺസ് ഒരാളുടെ അടുത്ത് പിണക്കം കാണിച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ 7 അയലത്തോട്ട് പോകാനും സംസാരിക്കാനും പോലും നിൽക്കത്തില്ല. അങ്ങനെ സംസാരിക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പറയണത് TV ഇറങ്ങിയ കുറേ ആൾക്കാർ, ഫുൾ ആൾക്കാർ ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്നേനെ. പോയ ആൾക്കാർ വരെ തിരിച്ച്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഈഗോ ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ ഈ സാധനത്തിലൊന്നും ഗെയിമിലൊന്നും ഞാൻ ഈ പറയണ എല്ലാവരുടെയും പെർമനന്റ് ബാൻ മാറ്റി കൊടുത്തു. കഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ഡൊമിനിക്കിൻ്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അത് ഞാൻ പറയാം. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഞാൻ ഡൊമിനിക്കിൻ്റെ പെർമനന്റ് ബാനോടെ മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ ഈഗോ കീപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു സാധനവും അങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരുടെ കൂടെ തന്നെ RPയും എല്ലാത്തിനും സഹകരിച്ച് ഇതായി മര്യാദയ്ക്ക് പൊക്കുക. അപ്പോൾ എനിക്ക് ഓൾറെഡി പെട്ടെന്ന് മാക്ക് ഒരു ലിസ്റ്റ് അയച്ചു. ഒരു ലിസ്റ്റ് അയച്ചിട്ട് പറഞ്ഞ് ഇത്രയും പേരാണ് മാക്കല്ല ലിസ്റ്റ് അയച്ചല്ല, ഡിസ്കോഡിൽ ഇട്ടായിരുന്നു. മെമ്പേഴ്സിൽ ഇതിൻ്റെ ഡിസ്കോഡ് അപ്ഡേറ്റിൽ ഇട്ടായിരുന്നു. ഇട്ടപ്പോൾ മാക്കിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് അങ്ങോട്ട് വെച്ച്, മാക്കെ ഇതാണോ ശരിക്കുള്ള മെമ്പേഴ്സ്, ഇത് സത്യമാണോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ മാക്ക് പറഞ്ഞ്, ഈകളെ എന്ത് പറ്റി, എന്തെങ്കിലും സീനുണ്ടോ? ഞാൻ പറഞ്ഞ്, മാക്കെ ഞാൻ പറയണത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാറ്റണം എന്നല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ MRC നിങ്ങൾക്ക് മാക്കിന് ചിലപ്പം ഡീപ്പായിട്ട് അറിയത്തില്ലായിരിക്കും. ഞങ്ങൾക്ക് പ്രശ്നമുള്ള കുറേ പേര്, ഞങ്ങളുടേതായിട്ട് കൂട്ടത്തിൽ പ്രശ്നമുള്ള കുറേ പേരുണ്ട്. സോ നമ്മൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് പോകുമെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു, സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് മാക്ക് പറഞ്ഞു, അയ്യോ ഈകളെ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുണ്ട് ഗൈസ്. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ എക്സ്ട്രീം വൾഗാരിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ ഫാൽക്കണെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുന്നതല്ലേ. എന്നാലും ഞാൻ പറയാം, ഫാൽക്കണൊക്കെ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത് ഫാൽക്കണായിട്ടുള്ള സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ്റെ പേരൊക്കെ ഇതിനകത്ത്, റിയൽ ലൈഫിൽ അച്ഛൻ്റെ പേര് ഗെയിമിനകത്ത് ഡ്രാഗ് ചെയ്ത് സംസാരിച്ച് വേഴ്സ് ആയ ഒരു സെനാറിയോ വരെ ഉണ്ട്. അവരൊക്കെയാണ് ഇതിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ടെക്സാസിലെ HFലെ മെമ്പേഴ്സൊക്കെ ഇതിനകത്തോട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്ക് ഞാൻ വിരോധം കാണിച്ച് നിൽക്കുന്നതല്ല, പക്ഷെ നമ്മൾ ആദ്യമേ
നമ്മൾ ആദ്യമേ ഇത് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നീട് ഇത് ദുഃഖിക്കേണ്ടി വരും എന്ന്. ഇതിനു മുമ്പത്തെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാനടക്കം പ്രശ്നം ഉണ്ടായിട്ടിരുന്ന ഒരു സമയമുണ്ട്. അതായത് ബ്രാവോ എടുത്ത് പ്രശ്നമായിട്ടിരുന്ന സമയത്ത് തന്നെ തൊപ്പിയും ബ്രാവോ എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ബ്രാവോയെ പറ്റി തൊപ്പി കുറെ ലൈവിൽ അല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ടിവിയുടെ കോ ലീഡർ, സെർവറിന്റെ ഓണർ, MRC ഇവിടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരൊറ്റ നോ മതിയായിരുന്നു. ഒരൊറ്റ നോ. MRC ഇവിടെ കളിപ്പിക്കാൻ താല്പര്യം നമുക്കില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സെർവർ ഓണറിന്റെ ഒരു നോ മതിയായിരുന്നു നിനക്കൊക്കെ വേറെ സെർവറിൽ പോയി കളിക്കാൻ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈകളെ? എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ മെസ്സേജ്, ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാ. എന്നോട് ബ്രാവോ വന്ന് ചോദിച്ചാണ്, ഈകളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? MRCയോട് അവർ സ്ലോട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേറെ വല്ല ഇഷ്യൂ ആവോ, ആരൊക്കെ മെമ്പേഴ്സ് ഒന്നും അറിയത്തില്ല. മെമ്പേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പാണ് MRCയുടെ ഇത് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞ് അവർ വരട്ടെ, എനിക്ക് പ്രശ്നമില്ല, എന്തായാലും വരുന്നത് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാരല്ലേ, ഈ അറിയാവുന്ന ആൾക്കാരോട് അപരാധിക്കാനാണ് നമുക്ക് പറ്റാത്തത്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞു തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് കളിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ തൊപ്പി ഒന്നും വലുതായിട്ട് ആക്റ്റീവ് ആകത്തില്ല, അവൻ ഇടയ്ക്കൊക്കെ കയറത്തുള്ളൂ. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ തൊപ്പിയുടെ ഈ ഗ്യാങ്ങിലുള്ള, അതായത് ഷെമീർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ, മെയിൻ സ്ട്രീം ആൾക്കാരൊക്കെ ഇതിനകത്ത് ആക്റ്റീവ് ആവുമെന്ന് അന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ MRCയുടെ ഒരു നെയിം GTA അകത്തൂടെ കൊണ്ടുവരിക എന്നുള്ളൊരു സാധനമായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു പ്രശ്നമില്ല ബ്രാവോ, ഇത് നിങ്ങൾക്ക് ബ്രാവോയുടെ അടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ ബ്രാവോ എടുത്ത് പറഞ്ഞു, ബ്രാവോ ഇതാണ് സംഭവം, കുഴപ്പമില്ല, അവർ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ ഒരു ഈഗോയും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സൈഡിൽ നോക്കുക പറഞ്ഞു, നമുക്ക് അടി വരുന്ന സമയത്ത് അടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് നമ്മളാ തുടങ്ങിയതായത്. ആൻഡ് വൺസ് ഗ്യാങ്ങും പരിപാടികളൊക്കെ തുടങ്ങി എല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മളിത് സോൾവ് ചെയ്ത് വിട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ ഒരു MRC ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങളിത് ഫേസ് ചെയ്ത സിറ്റുവേഷന്. MRC ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ മാക് ആണെങ്കിലും അവരാണെങ്കിലും ഇവരെല്ലാം വന്ന് ഓരോ സിറ്റുവേഷൻസ് TV ആയിട്ടുള്ളതും KV ആയിട്ടുള്ളതും സോൾവ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഗ്യാങ് മെമ്പേഴ്സിന് വാല്യൂ കൊടുക്കാതെ ഇവര് സിറ്റുവേഷൻസ് സോൾവ് ആക്കി വിടുമ്പം നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങളിനി എന്നെ തോപ്പിക്കാൻ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മെമ്പേഴ്സ് ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിങ്ങനെ സോൾവായി പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്ക് ആ സെയിം സാധനം TVക്കകത്ത് വന്നു തുടങ്ങി. അതായത് ഇവന്മാര് ഒരു എൻഡ് ഓഫ് ദ ഡേ ഒരു എക്സ്ക്യൂസ് പറയും, എന്താ ബ്രോ അവരൊക്കെ പുതിയ മെമ്പേഴ്സാണ്, നമുക്ക് TVയിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു, TVയിലുള്ളതാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് എന്ന് പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഓക്കെ, അവരുടെ സൈഡിലും കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, അവർ പുതിയ പ്ലെയേഴ്സാ, ഷെമീറും ഇവരെല്ലാം പുതിയതായിട്ട് ഇതിനകത്തോട്ട് വന്ന ആൾക്കാരാ, ഇവർക്കൊക്കെ പ്ലെയേഴ്സിനെ തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ ഇവന്മാരോട് നമ്മുടെ TVയിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞ്, എടാ ഇനി നോർമലി നിങ്ങൾ നടക്കുവാണെങ്കിലും മാക്സിമം ഗ്യാങ് ഡ്രസ്സിൽ നടക്കാൻ നോക്കുക. പകലുള്ള സിറ്റുവേഷനിലാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരു ഗ്യാങ് ഡ്രസ്സ് നടക്കാൻ നോക്കുക. ഗ്യാങ് ഡ്രസ്സ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അറിയാം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ആണെങ്കിൽ പോലും ഫാൽക്കണെ പോലത്തെ പ്ലേയേഴ്സൊക്കെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട്, MRC എന്നല്ല ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരുപാട് നാളായി. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. സ്റ്റിൽ സിറ്റുവേഷൻസ് വൃത്തികെട്ട രീതിയിൽ ട്രിഗർ ആവാൻ തുടങ്ങി. മനസ്സിലായ? വൃത്തികെട്ട രീതിയിൽ സ്റ്റിൽ സിറ്റുവേഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഇതൊന്നും സഹിക്കുക വയ്യാതെ ഗൈസ്, ഇത് ലാസ്റ്റിൽ ഉണ്ടല്ലോ, ഞാൻ എല്ലാം എനിക്കിത് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഷെയ്ക്കും മാക്കും അവിടെ വന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വെക്കാം എന്നുള്ള രീതിയിൽ വന്നിങ്ങനെ സംസാരിച്ചായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നെ ഞാൻ എൻ്റെ നമ്പർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് ഞാനങ്ങനെ മണ്ടത്തരങ്ങളൊന്നും ലൈവിലിരുന്ന് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ അവരുടെ നമ്പരും ഇതൊന്നും ലീക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സോ നമ്പറിനകത്ത് വിളിച്ച് കുണ്ണത്തരം പറഞ്ഞവനൊക്കെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ കയ്യിലുണ്ട്.
ആൻഡ് എൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ഇതിനകത്തെല്ലാം മെസ്സേജുകൾ ഇടാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതിൽ മെഡിക്കൽ എമർജൻസീസും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെ വിളിക്കുന്നവരെ എല്ലാം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പറും കൂടിയാണത്. അതുകൊണ്ട് എനിക്കതിൽ വലിയ ഇത് കുഴപ്പമില്ല ഇതാക്കിയത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, എനിക്കൊരു സെക്കൻഡ് ഞാനൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. ഇത് ചില കാര്യങ്ങൾ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ ഈ പറയണത് പോലെ നമ്മൾ വായ്ത്താളം പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം വരും. ഗൈസ്, ഇത് MRCയിലെ മാക്ക് ഇഷ്യൂസ് വൾഗർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് വെളുപ്പിനെ 4:19 ഞാൻ അവൻ ആദ്യമേ എൻ്റെ അടുത്ത് വിളിച്ചായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഞാൻ തിരിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, എടാ കിടന്നോന്ന് ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഇല്ല ലിങ്ക് അയക്കട്ടെ ഞാൻ പറഞ്ഞു. ഷെയ്ക്കിൻ്റെ സെർവറിൻ്റെ ലിങ്ക് അയച്ചു വന്നു. അപ്പം ഞാൻ ഇൻ ജനറൽ VC എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. സൺഡേ 15 മാർച്ചിന് ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-2.5 മണിക്കൂർ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച്. അന്ന് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ ലീഡർ MRCയുടെ മാറ്റർ ആയിട്ട് പോലും ഈ പറഞ്ഞ ലീഡറും ഇപ്പം റിയാക്ട് ചെയ്യുന്നതും തിളക്കുന്നതായിട്ടുള്ള ഒരാളെ പോലും MRCക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആ VC കണ്ടില്ല. പക്ഷേ വെളുപ്പിനെ 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങളിരുന്ന് സംസാരിച്ചു. ലീഡേഴ്സ് 2 പേരും ഞാനും ഇരുന്ന് സംസാരിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എന്നിട്ട് TVക്കകത്ത് നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനത്തെ റിവലറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ അന്നവരെ കൊണ്ടുവന്നായിരുന്നു. ഞാനിതൊന്നും സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മറ്റേ റെക്കോർഡ് ചെയ്ത് എഴുതി പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല. ബിലാല്, മാലിക്, അങ്ങനെ കുറേ പേര് വന്ന് സംസാരിച്ച് എന്നോട് കുറേ പേര് വന്ന് സംസാരിച്ച് ഞാൻ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, അതായത് സിറ്റുവേഷൻ ഒന്നും ഇനി നമ്മുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല ബ്രോ. പിന്നെ എനിക്ക് ബിലാലൊക്കെ എന്നോട് പറഞ്ഞ് HF ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബ്രോ അങ്ങല്ലാതെ വേറെ അങ്ങനെ ഒന്നും ഇല്ല, വേറെ ഈ പറയണ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കി. ഞാനും ഇത് വളരെ ന്യൂട്രലായിട്ട് എടുത്ത് MRCയുടെ ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ അവരെന്നെ കാണിച്ച്, ഇറങ്ങാൻ പോകുന്ന വണ്ടി വരെ കാണിച്ച്, ഇതാണ് നമ്മുടെ വണ്ടി കുറച്ചുകൂടെ പണിയുണ്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ MRCയുടെ 3 വണ്ടികളും എന്നെ കാണിച്ച്, ഞാൻ അതിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈകൾ പറ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ പാക്കി പോയൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ടും ഒരു സിറ്റുവേഷനും നമ്മൾ ഗൈസ് എനിക്ക് എന്താ ആവശ്യമുണ്ട് ഗൈസ്? ഈ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയോടൊക്കെ സംസാരിക്കണത് പോലെ VC പോയിരുന്നു ഞാൻ ഇവരുടെയൊക്കെ അടുത്ത് സംസാരിക്കേണ്ട? എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും എഫേർട്ടും അങ്ങനെയാണല്ലോ പൊതുവേ എന്നെ പറ്റി പറയണ അങ്ങനെയാണല്ലോ വെളിയിൽ. എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എനിക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്നിട്ടും ഇതെല്ലാം ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ നിർത്തി. എന്നിട്ട് പോടാ കുണ്ണേന്ന് അതിപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യൂടാ? നിന്നെ ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ ആൾക്ക് സംസാരിക്കാൻ പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് നിന്റെ തന്തയെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന നിന്നെ ഒന്നും ഒരിക്കലും ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം വിട്. എന്നിട്ട് ഗൈസ് എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പോയി സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം വീണ്ടും നോർമലായി നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹലോ, ഇത് ലയറാണോ? കുറച്ച് ഓവറാക്കണോ? അമ്പത്തൂരേ നീ കരഞ്ഞേ? വീണ്ടും ഇത് ഞാൻ സിറ്റിയിലുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അതിൽ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് അമ്പത്തൂരിൻ്റെ അടുത്ത് പോയിട്ട് ഈ സിറ്റുവേഷൻ വേണ്ടാടാ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കാണാതെ ഞാൻ അവനെ പറഞ്ഞു വിട്ട്. ഞാൻ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പോലും കേൾക്കാതെ, അല്ലെങ്കിൽ അവൻ്റെ എന്താ അവിടെ സംഭവിച്ചതെന്ന് പോലും കേൾക്കാതെ ഞാൻ ഇവനെ പറഞ്ഞു വിട്ട്. ഇത് കഴിഞ്ഞപ്പം ഈ സാധനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ലൈവ് കഴിഞ്ഞതിന് ശേഷം ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഫ്രണ്ട്ലി എന്ന് അവർ പറഞ്ഞിട്ട്, എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് പോകത്തില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അവർ പറഞ്ഞിട്ട് TVയുടെ ഗ്യാങ് വണ്ടി, TVയുടെ ഗ്യാങ് ഡ്രസ്സ്, അമ്പത്തൂർ ഇവിടെ വെറുതെ വന്നിരുന്നതല്ല, അമ്പത്തൂരിനെ വിളിച്ചതാ. അമ്പത്തൂരിനെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവന് ലൈവ് ഉണ്ടായിരുന്നു. അമ്പത്തൂരിനെ വരാൻ പറഞ്ഞു. അമ്പത്തൂർ ഇവിടെ വന്നിരുന്നു. അമ്പത്തൂർ ഇവിടെ വന്നപ്പം ഷമീർ സംസാരിച്ചുകൊണ്ടിരിക്കുക.
അത് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് റെസ്പെക്റ്റിലാവുമ്പോൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി അമ്പത്തൂരിനെ എന്തോ വിളിക്കുമെന്തോ ചെയ്യുന്നത്. വിളിച്ചപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ പെട്ടെന്ന് അവൻ അമ്പത്തൂരിന്റെ അണ്ടി എന്ന് ബ്രോ, അവൻ അമ്പത്തൂർ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടെന്ന് പോലും അറിയില്ല. കഴപ്പ് ബ്രോ. ഇത് അപ്പം നിങ്ങൾ പറയണതെന്ന് പറഞ്ഞാൽ MRC ആയിട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി എനിക്ക് മാത്രമാണെന്നാണോ, അതോ TVAക്ക് മാത്രമാണെന്നാണോ? ബ്രോ, ഇത് കഴിഞ്ഞ 1-2 മാസമായിട്ട് പുള്ളി ഈ സിറ്റിയിൽ കളിക്കുക. ഇത് TVയുടെ ഗ്യാങ് ഡ്രസ്സ്, ഇത് TVയുടെ ഗ്യാങ് വണ്ടി. സിറ്റുവേഷൻ ആകരുത് എന്നൊരു സാധനം നിങ്ങളുടെ സൈഡിൽ നിന്ന് 100% നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ എന്നുള്ള രീതിയിൽ പുള്ളി അറ്റ്ലീസ്റ്റ് ഇതൊക്കെയെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സോറി പറഞ്ഞില്ലേ, തിരിച്ച് ഞാനായിരുന്നെങ്കിലോടാ ഞാൻ സോറി പറഞ്ഞു. ഞാൻ പറയണം ഇതിനെപ്പറ്റിയോ അല്ല ഗൈസ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് പറയുക, അത് നിങ്ങൾ അതിലേക്ക് വാ. സോറി പറഞ്ഞു, ഓക്കെ. ഞാൻ പറയണം അതിനല്ല, എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യ സിറ്റുവേഷൻ ക്രിയേറ്റ് ആക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എൻ്റെ മെമ്പേഴ്സിനും എൻ്റെ ഓഡിയൻസിനും ഞാൻ ഒരു ഗ്യാങ്ങിന് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സ് കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് TVയെ തള്ളി പറയുക അല്ലെങ്കിൽ TVയുടെ അടുത്ത് സിറ്റുവേഷൻസ് എടുക്കരുത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതാക്കിയിട്ടില്ല. അങ്ങനെ ഓർക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ KVയുടെ ഒരു കാര്യത്തിലും ഈ പറയണ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവത്തിലും വരാം. അത് വരാം അൺടിൽ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എൻ്റെ മെമ്പേഴ്സിനെ ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല, അവർക്ക് എതിരെ സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് തിരിച്ച് ഇങ്ങോട്ടും കിട്ടണം. കാരണം നമ്മളിത് തലേന്ന് വി സിയിൽ മാക്കിനോടും ഷെയ്ക്കിനോടും ഇനി ഷമീറിന്റെ സൈഡിൽ നിന്ന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ക്ക് എനിക്ക് ഉറപ്പ് വന്നിട്ട് പോയതിന്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുന്നേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബ്രോ, ആ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് അത്രയ്ക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പുള്ളിക്കാരൻ അറ്റ്ലീസ്റ്റ് ഓക്കെ, പുള്ളിക്കാരൻ അറിയത്തില്ല, അമ്പത്തൂരിനെ എല്ലാവരും അറിയണമെന്നില്ല. അതുപോലെ MRCയിൽ 35 മെമ്പേഴ്സിന് ചോദിച്ചാൽ എനിക്കിപ്പോഴും പേരറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ട് എൻ്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സറൗണ്ടിങ്ങിൽ MRCയുടെ ഗ്യാങ് ഡ്രസ് ഇട്ട് ഒരുത്തം വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ അവനോട് ഇപ്പൊ MRCയിൽ ഇപ്പോൾ ഒരു ഒരാളുടെ പേര് സുഗുണൻ എന്നൊരു പേരുണ്ടെങ്കിൽ സുഗുണൻ രണ്ടിന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നോണ്ടാ. പക്ഷെ തലേന്ന് അത്രയും മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആകുമ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതാവും ബ്രോ. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അതിനെപ്പറ്റിയാ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വേഴ്സ് ആവണ്ടെന്ന് വിചാരിച്ച് ഷമീർ സോറി പറഞ്ഞു. ശരി, ഞാനിത് കണ്ടിട്ട് ഞാൻ അമ്പത്തൂരിന് അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്പത്തൂരെ അണ്ണ എനിക്ക് അന്നേരം മുട്ടാൻ ബാഡായി, ഞാനിത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, അണ്ണനോട് പെട്ടെന്ന് വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സിറ്റുവേഷൻ ഡ്രോപ്പാക്കി വിട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി. എന്നിട്ടും ഇതിനെപ്പറ്റി ഒരു വാക്ക് ഇന്നത്തെ ലൈവിലല്ലാതെ ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത് സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ ആരെ പറ്റി ഇതിന്റെ പേരിൽ ഷമീറിനെ കൊണ പറയാനോ എനിക്ക് ഈ ഒറ്റ ക്ലിപ്പ് മതിയായിരുന്നു. അടുത്ത ദിവസം വന്നിട്ട് ഷമീറിന്റെ അടുത്ത് ഷമീറിനെ പറ്റി ഇരുന്ന് അവരാധിക്കാനും ഷമീറിനെ പറ്റി അത് പറയാനും ഇത് പറയാനും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഇനി എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷനായിട്ട് എടുത്ത് സോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇത് കഴിഞ്ഞപ്പം ഇതിന്റെ കൂടെ എൻ്റെ കൂടെ VCയിൽ വന്ന് മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുണ്ടായതും അവരുടെ സൈഡിൽ നിന്നുണ്ടായതുമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ അഡ്മിറ്റ് ചെയ്ത ആളാണ് ഷെയ്ക്ക്. ഷെയ്ക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ കണ്ടു. ഇത് നോക്കിക്കോളാം. ഞാൻ കണ്ടു, അമ്പത്തൂരിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നത്, എന്താണ് അവസ്ഥ? RP ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ ആ ടൈപ്പ് ഓഫ് സംസാരം അമ്പത്തൂരിന് വേണ്ടിയിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്ന് അറിഞ്ഞിട്ടും അമ്പത്തൂരിന് ആ സംസാരം വേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് ഗ്യാങ് വണ്ടി വന്ന് TV ആണെന്ന് അറിഞ്ഞിട്ടും ആ സംസാരം എന്തിന് ഷമീർ എടുത്തു എന്ന് എന്തുകൊണ്ട് ഷെയ്ക്ക് പോലും ചോദിച്ചില്ല. അവിടെയും കുറ്റം അമ്പത്തൂരിന്. അവിടെയും കുറ്റം അമ്പത്തൂരിന്. അമ്പത്തൂർ MRC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സംസാരിച്ചെന്ന്. ഇതിന് ഞാൻ എന്ത് പറയണം? ഇതുകൂടെ കണ്ടപ്പോഴത്തേക്കിന് ഗൈസ് എനിക്ക് ഏകദേശം കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ ഇരുന്ന് സംസാരിച്ച ആ ഒരു റെസ്പെക്റ്റ് കൂടെ എനിക്ക് അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്നിട്ടും ഇതൊന്നും സംസാരിക്കാനും പറയാനും ഞാൻ വന്നില്ല. ഞാൻ പറഞ്ഞു എന്തിനാ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണേ, എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. സംസാരിച്ച് തുടങ്ങിയ ഇത് വേറെ എങ്ങോട്ടേലും പോവും എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് വേണ്ട, സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് ഇതാക്കി. ആൻഡ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നൊക്കെ ഷമീർ ആയിക്കോട്ടെ, റാംബോ ആയിക്കോട്ടെ, ആരൊക്കെ RPയിൽ എൻ്റെ അടുത്ത് വന്നാലും, അല്ല എൻ്റെ അടുത്ത് വന്ന്
ഒരു ദിവസം ഒരു സിറ്റുവേഷൻ ചെയ്താലും അപ്പം തുടങ്ങും, ഓൺ ദ മൊമെന്റിൽ തുടങ്ങും ചാറ്റിൽ കൊട്ട ചട്ടി അണ്ടി എന്ന് പറഞ്ഞിട്ട്. സെയിം സൈഡ് ഇപ്പുറത്ത് എൻ്റെ ചാറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. എൻ്റെ ചാറ്റിനെ ഞാൻ വാൺ ചെയ്യാറുണ്ട്. എൻ്റെ ചാറ്റിൽ MRCയുടെ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും സ്കിപ്പ് എന്ന്. ഞാൻ എന്നാലും ഇവരെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ ഓഡിയൻസിനെ ഞാൻ ചീത്ത പറയുകയും വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാണുന്നവർക്കറിയാം, ബാക്കി പുറത്തുനിന്നുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാണുന്നവർക്കറിയാം. ഞാൻ അവരോട് ഇങ്ങനെ പറയും, ആരുടെ കൂടെ RP ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടമാണ്, നീയൊന്നും എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ ലൈവ് കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ അപ്പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ലൈവ് കാണാറില്ല. ഞാൻ അവിടെ പോയിരുന്ന് ലൈവ് കാണാറില്ല, കുടുംബശ്രീ ആക്കാറില്ല. നിങ്ങൾ കുടുംബശ്രീ ശാന്ത അണ്ടി എന്നൊക്കെ പറയണതിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സംഭവം നടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. പിന്നീട് ഇവരുടെ കൂടെ RP ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഇവർ ചാറ്റിൻ്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. കാരണം ഞാനത് ചെയ്യുന്നതുകൊണ്ട് തിരിച്ചെനിക്ക് അങ്ങനെ അത് കിട്ടാറില്ലായിരുന്നു. ഞാൻ എന്നിട്ടും ഒരു മൈന്യൂട്ട് ഓഡിയൻസിനെ, എനിക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈന്യൂട്ട് ഓഡിയൻസിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ അവിടെ പോകുമ്പോൾ കൊട്ട ചട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പാം ചെയ്തിട്ട് പോലും പിന്നീട് ഇവർ വരുമ്പോൾ എനിക്ക് ഇവരുടെ കൂടെ RP ചെയ്യാനുള്ളൊരു മടുപ്പായി തുടങ്ങി. ഞാനപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊരു ഹെയ്റ്റ് വരാത്ത രീതിയിൽ ഞാൻ ഒഴിവാക്കും. അതായത് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് മാറി ഞാൻ ഇതുപോലെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നിട്ടും എൻ്റെ ലാസ്റ്റ് ലൈവ് വരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വേണമെങ്കിൽ ഷമീർ ഒരു RP ആയിട്ട് വിളിച്ചായിരുന്നു ഞങ്ങളൊരു ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ലൈനപ്പ് ഇട്ടിട്ട് സിറ്റിയിൽ നിന്ന് ഇറങ്ങാതെ ഷമീറിനോട് സംസാരിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് വാർ പോലും കളിക്കാണ്ട് ഞാൻ വാറിന് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഷമീറിന് റെസ്പെക്ട് കൊടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പോയിട്ടുള്ള ആളാണ്. എനിക്ക് MRCയോട് കൺസേൺ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം ബ്രോ? എനിക്ക് MRCയോട് ഈഗോ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എന്തിനു ചെയ്യണം? ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ചാറ്റിലുള്ള അപരാധികളെല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ഈ പറയണതുപോലെ ഇതുമാക്കിയിട്ട് മെമ്പേഴ്സ് അത് കൺട്രോൾ ചെയ്തിരുന്നപ്പോൾ എനിക്ക് നല്ല ബാഡ് അടിച്ച്. അതിൻ്റെ കൂടെ വിത്തൗട്ട് എനി റീസൺ ഈ പറയുന്ന സിറ്റിയിലെ സിറ്റുവേഷൻസിനൊക്കെ കുറേ അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് IRL തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മെസ്സേജും വൈഫിൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് വരാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു, അവളുടെ അടുത്ത് കുറേ വട്ടം ചോദിച്ചു, അടുത്ത് സ്റ്റോറി ഇടട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം, നീ എൻ്റെ വൈഫായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും പറയാനുള്ള കാര്യമില്ലേ ഗൈസ്, ഈ പറയണ ഫ്രസ്ട്രേഷൻ മണ്ടക്കി തീർക്കും. അവൾക്കൊരു PC മേടിച്ചു കൊടുക്കാൻ ആവതില്ലാത്തവനൊന്നും അല്ല ഞാൻ. എനിക്ക് തന്നെ ഉണ്ട് 4 എണ്ണം. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ആവതില്ലാത്തവനാണോ ഞാൻ? എനിക്ക് PC മേടിക്കാൻ QR ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് എൻ്റെ തന്നെ 4 എണ്ണം ഉണ്ട്. ഞാൻ അവളുടെ കൊടുക്കാത്ത, അവളെ RP കളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ഫ്രസ്ട്രേഷൻ അവളുടെ മണ്ടയ്ക്ക് തീർക്കും. അല്ലാതെ ഞാൻ കളിക്കുന്ന സാധനം മോശമാണ് എന്നുള്ളൊരു സാധനത്തിലല്ല, അവളുടെ മണ്ടയ്ക്ക് തീർക്കും. എന്നെ പോലെ ഉള്ള മൈൻഡ് സെറ്റ് അല്ല അവൾക്ക്. അവൾ ചിലപ്പോൾ ഇരുന്ന് മോങ്ങി ഡൗൺ ആയി ഇരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു കൊച്ചുണ്ട്, ഈ ഗ്യാങ്ങിന്റെ കാര്യം അല്ലെങ്കിൽ RPയുടെ കാര്യത്തിലോ അവള് ഡൗൺ ആയിട്ടിരുന്നിട്ട് മൈൻഡ് ഫക്ക് ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ആവുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇവളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴും ഞാൻ പറയണത്, എടാ അതിപ്പം ഞങ്ങൾ MRC ആയിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായിരിക്കുക, മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ഈ പറയണതുപോലെ വെളിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിൻ്റെയൊക്കെയാണ്, നീ അത് കാര്യമാക്കേണ്ട, ഇഗ്നോർ ചെയ്ത് വിടെന്ന് പറഞ്ഞിട്ട് അതും ഇഗ്നോർ ചെയ്ത് വിട്ട്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ടോട്ടലി ബാഡ് അടിച്ചു തുടങ്ങി. ഞാനായിട്ട് എന്തിനാണ് ഇനി അതിനകത്തോട്ട് പോകുന്നത്? ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് വെറുതെ ഇത് കേൾക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ ഈ പറയണത് പോലത്തെ സ്പാം വരും. എനിക്ക് ഈഗോയാണ്, എനിക്ക് അണ്ടിയാണ്, ഇതാണ്. നിങ്ങൾക്ക് ഈ MRC ഓഡിയൻസിന് അറിയാത്ത ഒരു സത്യോടെ പറഞ്ഞുതരാം. ഈ ഷമീറിന്റെ ക്ലിപ്പുകൾ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ഈ സിറ്റുവേഷൻസ് കാണാൻ പോയപ്പം ഞാൻ നോക്കുമ്പോൾ GTA വളരെ ബേസിക് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. അതായത് SFX സൗണ്ട് സംസാരിക്കുന്ന സമയത്ത് ഓഫ് ആവുന്ന, അതിൻ്റെ സൗണ്ട് കൂട്ടിയിട്ടാൽ മാത്രമേ അത് വരുള്ളൂ. ഷമീർ 2 മാസമായിട്ട് അതില്ലാതെയാണ് ലൈവ് ചെയ്യുന്നത്. മനസ്സിലായ? എനിക്കിത് കണ്ടപ്പോൾ വിഷമം വന്നിട്ട് ഞാൻ മാക്കിനെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറയണം, പബ്ലിക്കലി വന്ന് പറയണം. ഇതൊന്നും ഈ എഫേർട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന്. എനിക്ക് എന്താ ആവശ്യമുണ്ടാ ഈ ഇവന്റെ ലൈവിനകത്ത് ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ? ഞാൻ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ മാക്കിനോട് പറഞ്ഞു, മാക്കെ അതൊന്ന് ചെയ്തു കൊടുക്ക്, ഷമീറിന് അത് അറിയത്തില്ലായിരിക്കും, അതൊന്ന് ചെയ്തു കൊടുക്ക്, ഇത് ഇന്ന സാധനമാണ് സെറ്റിങ്സിലുണ്ട്, ഇതൊന്ന് സൗണ്ട് കൂട്ടി വെച്ചാൽ അത് സെറ്റ് ആവുമെന്ന്.
അന്നേരം മാക്ക് എന്നോട് പറഞ്ഞു ആ ഈകളെ ഞാനും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ അത്രയും 10-35 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 2 മാസമായിട്ട് അവൻ ലൈവ് ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടില്ല ആരും, ഒരു മെമ്പേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവന്റെ POV കണ്ടപ്പോൾ എനിക്ക്, കാരണം അവന്റെ POVക്കകത്ത് ഈ പറയണത് പോലെ എന്തെങ്കിലും സൗണ്ട് വരുമ്പോൾ SFX സൗണ്ട് വരുമ്പോൾ അതില്ല, വോയിസ് ആയിട്ട് മാത്രം ഉള്ള. ഞാൻ ഇത് പോയി പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഞാനിത് മാക്കിനോട് പറഞ്ഞു അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കടാ എന്ന് വരെ പറഞ്ഞതിന്റെ അടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ഈ ട്രിഗർ ആയിട്ട് ലൈവ് വരുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് നിൽക്കുന്ന എൻ്റെ അടുത്ത് എന്നെ എല്ലാ രീതിയിലും കമന്റ് സെക്ഷനിലും ബാക്കിയുള്ളിടത്തും എല്ലാം ഇവരുടെ അടുത്ത് ഈഗോയും അണ്ടി എന്ന് പറഞ്ഞ് സ്പാം ചെയ്ത് കൊട്ടയെന്നും ചട്ടിയെന്നും എല്ലാം അണ്ടിൽ ഒരു സിറ്റുവേഷൻ ആവുന്നതിന് മുമ്പ്, സിറ്റുവേഷൻസ് ആയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ഇപ്പോഴും പറയാമല്ലോ ഗൈസ്, സിറ്റിയിൽ സിറ്റുവേഷൻ ആയാലും ഞാൻ പരുന്തുവാസമായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതിന് വേറെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് ടോപ്പ് പ്രയോറിറ്റി. അതിൻ്റെ അർത്ഥം എനിക്ക് MRCയോട് ഈഗോ ആണ്, ഇവർ പൊങ്ങി വരുന്നു, അതിനോടൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോമ്പറ്റീഷൻ ആകുമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ആയിട്ടില്ല, തോന്നിയിട്ടില്ല. ഈ കമ്മിറ്റ്മെന്റ് കാണിച്ചു നിന്ന ഞാൻ എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇതിലും ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മറ്റേ കുടുംബശ്രീ ശാന്ത കളിക്കരുത്, ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം കാണാനല്ല നിങ്ങളുടെ ലൈവിൽ വന്നേ. നിങ്ങളുടെ ലൈവിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്, അതിനകത്ത് ഷെയ്ഖിന്റെ ലൈവിൽ ആ ക്ലിപ്പുണ്ട്, അത് കാണാനാണ് വന്നത്. അതായത് ഷെയ്ഖ് പറയുന്നുണ്ട് നമ്മൾ KVA ഓഡിയൻസിന്, അത് ഒരു വട്ടമല്ല, ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ഖിന്റെ ഒരു ഇത് വെച്ചിട്ട് പറയുവാണ് ഞാൻ ആണെങ്കിൽ, ഷെയ്ഖ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ പറയണത് പോലെ ഹെയ്റ്റ് കുറെ കിട്ടി, TVAക്കും ഇതിനും വേണ്ടിയിട്ട് സംസാരിച്ച് നമ്മുടെ കുറെ ഓഡിയൻസ് പോയി, നമ്മുടെ കുറെ മെമ്പേഴ്സിന് ബാഡായി. ഷെയ്ഖ് തന്നെ പറയണ ക്ലിപ്പുണ്ട്, അതായത് ഇവര് നമ്മുടെ മെമ്പേഴ്സ് പറയുന്നതിലും കാര്യമുണ്ടടാ, ഇവന്മാരെ ആരെയും താങ്ങിയൊന്നും നിൽക്കേണ്ട എന്നൊക്കെ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലൈവുകളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ ലൈവ് കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഷെയ്ഖ് ഇരുന്ന് അവരുടെ സ്വന്തം ലീഡർ അവർക്ക് ഹെയ്റ്റ് കൊടുക്കുന്നു ലൈവിൽ ഇരുന്ന് പറയുന്നത്. ഞാൻ കേട്ടപ്പോൾ ഇതെന്ത് ഇവര് ഒരു ഗ്യാങ് കളിക്കുന്നവരല്ലേ എന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മനസ്സിലായോ? അന്നേരം ഷെയ്ഖ് പറയാണ് ഷമീർ നമുക്ക് ഹെയ്റ്റ് തന്നു, അത് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നം എനിക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഷെയ്ഖിന്റെ POVയിൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ പറയുന്ന പോർഷൻ എവിടെയാണ് എന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു. ഞാൻ എന്തോ ഒരു ഡിസ്കോഡിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ക്ലിപ്പ് മാത്രമാണ് കണ്ടത്. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നതെന്നുള്ളൊരു കാര്യം ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ ദേഷ്യം ആ സമയത്ത് ട്രിഗറായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ആദ്യം നീയും ലീഡറും തമ്മിലുള്ള പ്രശ്നം തീർക്കട, എന്നിട്ട് പോലെ നമ്മളുമായിട്ടുള്ള പ്രശ്നം തീർക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് കേട്ടോണ്ട് ഷമീർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ ഷമീറിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഷമീറിന്റെ ലൈവാണ് രാപ്പകലില്ലാതെ കണ്ട് ഉറങ്ങണത്. എനിക്ക് കഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാം പുള്ളിയുടെ ലൈവ് ഓപ്പൺ ചെയ്ത് വെച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ള രീതിയിലാണ് ഷമീർ പറഞ്ഞിട്ട്, ഷമീർ ഒരു പേരും കൂടി ഇങ്ങനെ ഇട്ട് തന്നു, കുടുംബശ്രീ ശാന്തയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഇതൊക്കെ ആക്കിയിട്ടും ഇത്രയൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി ഞാൻ MRC മെമ്പേഴ്സിനോട് ഓഫ്ലൈനിൽ നിന്നിട്ടും എൻ്റെ അടുത്ത് മാക്കും ഷെയ്ഖും വന്ന് ഈകളെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ക്ലിയർ ഇതായിട്ട് പറയാം എന്ന് പറഞ്ഞ് സംസാരിച്ച് വെച്ചിരുന്ന ആൾക്കാരോട് ഇത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഈ പറയുന്ന ലീഡേഴ്സിന്റെ ചാറ്റ് വരെ ഞാൻ ഇടയ്ക്ക് ലൈവ് കണ്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് ഞാൻ ഇവരുടെയൊക്കെ ലൈവ് ഈ പറയണത് പോലെ ഞാൻ ചെക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ ട്രീറ്റ് ചെയ്തതുപോലെ അല്ല സത്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഇവര് തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം. എനിക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണ് എൻ്റെ ലൈവ്, ഞാൻ ലൈവ് നടക്കുമ്പോൾ പുള്ളി എൻ്റെ ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ വഴക്ക് കാണാൻ ആദ്യം വന്നത് ആരാ? പുള്ളിയാണ്, ഷമീറാണ് വന്നത്. അപ്പൊ ഷമീറിനല്ലേ ഷമീറല്ലേ ശരിക്കും അയൽക്കൂട്ടം? അത് പുള്ളിയുടെ ലൈവിൽ, എൻ്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് കാണുകയാണ് പുള്ളി. എൻ്റെ ഫുൾ ലൈവ് ഇരുന്ന് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ, എനിക്കല്ലത്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുവാന്നോ? ഇപ്പോഴും കാണുവാണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ടെങ്കിൽ ശരിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇത് കൺവേർട്ടിങ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയിലെ 2 പേര്, ഞാൻ ഈ പറഞ്ഞ 2 പേര് പറയണം,
ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണെന്ന്, ഇതൊന്നും ഞാൻ ബാക്ക് എൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് ഇത്രത്തോളം ഞാൻ ഈ പറയണത് പോലെ ഞാൻ അത്രയും കമ്മിറ്റ്മെന്റ് ആയോടുകൂടി നിന്നിട്ടുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും എനിക്ക് നിങ്ങളുമായിട്ട് ആർപ്പി ചെയ്യാൻ പോലും ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാത്തിടത്താണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ട്രിഗറായി ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്നേരം എനിക്ക് ട്രിഗർ ആയപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കുറെ പേര് വന്നിട്ട് ഞാൻ വെള്ളം അടിച്ചിട്ടാണ് ലൈവ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ ഞാൻ മറ്റേ മാന്യൊന്നും അല്ല, ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ബിവറേജിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ രണ്ടിടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലയെന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യമോ എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ co-leadersന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി, അമ്പത്തൂരിന്റെ ഭാഗത്ത് തെറ്റ്, അമ്പത്തൂരിനെ അപ്പോഴും അവിടെ ഷെയ്ക്ക് പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ഷെമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നോക്കണേ, കൺട്രോൾ ചെയ്യണം, നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാൻ മൈരാണ്. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നേരം ഇറങ്ങി പോകണവന്മാർ ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നതുണ്ടാവും, അവിടെ പോയി എടുക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏതൊന്നും കേൾക്കാനേ പോകണില്ല. ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണ്ട. സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷമീർ വന്നായിരുന്നു സംസാരിക്കാൻ. ഷമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ്? അല്ല, ഷമീറിന് അറിയോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട്? എന്റെ ചോദ്യം ഇതാ. അതായത് ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഗ്യാങ്ങിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷമീറിന് അറിയാമായിരുന്നോ? ഷമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം. ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് കഴിച്ച് അല്ല, ഞാൻ ഇനി എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേടിക്കും. അങ്ങനത്തെ ഒരു ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി കഴിച്ചു. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിന് ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്ന് അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആർപ്പിക്കകത്ത് എനിക്ക് അവിടെ PC ഉണ്ടായിട്ട് പോലും ആർപ്പിക്കകത്ത് കയറാനോ ഈ പറയണ ബാക്കിയുള്ള ഇതാക്കാനോ ഒന്നുമുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി എനിക്ക്. ഞാൻ അന്നേരത്തെ ട്രിഗറിലാണ് തൊപ്പിയുടെ കാര്യം എടുത്ത് വെച്ച് മെൻഷൻ ചെയ്യണേ. ആൻഡ് ഞാനത് പബ്ലിക്കലി പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ പബ്ലിക്കലി തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂറായിട്ട് ആൻഡ് എന്താ പറയുക ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്.
ഇത് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, തൊപ്പിക്ക് ഇത് തിരിച്ച് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണത്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയുക, ഡാൻസ് മാസ്റ്റർ ഷെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് എനിക്ക് ഷമീറിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RPയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ നല്ല രീതിയിലാണ്. ഇന്നേ വരെ ഷമീർ എൻ്റെ POVs ഒക്കെ പറ്റുമെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കണമെങ്കിൽ എൻ്റെ POVs ഒക്കെ കാണണം. ഷമീർ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും ഇതാക്കുന്ന സമയത്തും എൻ്റെ ചാറ്റിലുള്ള ആൾക്കാർ MRC ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. TVL ഓഡിയൻസ് പറയാറുണ്ട് ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ എൻ്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ല് ബ്രോ, ഷമീറിന്റെ അടുത്ത് ചെല്ല്, ഷമീർ വിളിച്ചായിരുന്നു, ഷമീർ കോൾഡ് യു എന്ന് പറഞ്ഞ് എൻ്റെ ചാറ്റിൽ സ്പാം വരാറുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ലൈവ് ആണെന്നവർക്കറിയാം. ഞാൻ എൻ്റെ ലൈവ് ആണെന്നവരെ ബോധിപ്പിക്കുകയാണ്, അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം. ഇപ്പം പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ടി ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രേ പറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് വേണ്ട കേസ്. എൻ്റെ ലൈവ് കാണാത്തവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണ്ട. ഞാൻ MRCയോട് ഞാൻ അന്നും എന്നും തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പേരിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എൻ്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ്, ഞാൻ റസിന് വെനം, ഗോഗു, നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട്. എനിക്ക് മനസ്സിലായി ആ MRC ഞങ്ങൾക്ക് അത് BGS PMI അങ്ങനെന്തോ ആണെന്നോ ഏതോ ഒരെണ്ണമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റെ ഒരു 1v2 അതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് PUBG ആയിരുന്ന സമയത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനൊക്കെ ആ സമയത്ത് കളിക്കുന്ന ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്ന് പെർഫോം ചെയ്ത് ഒരു ക്ലിപ്പ് പോലും ഇല്ല. ആ സമയത്ത് ഈ പറയുന്ന ഓഡിയൻസും വളരെ വലുതായിട്ടില്ലായിരുന്നു. PMC ആണോ ജോക്കി? ഏതാണെന്ന് ജോക്കി? അത് ജോക്കി PMC ആണല്ലേ? PMCO ക്വാളിഫയേഴ്സ് ആ MRCയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. മനസ്സിലായ? ഈ കോമ്പറ്റേറ്റീവ് എന്നുള്ള പറയുന്ന ഒരു സാധനം മെന്റൽ പ്രഷർ കൊണ്ട് നിർത്തിയതാ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അല്ലാതെ അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിൻ്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു. അതാണ് ആ സമയമായിരുന്നു OG ഒരു MRC. അത് കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്. മനസ്സിലായോ? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു. സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് അവന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. അങ്ങനത്തെ ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ പേരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RPയുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറേ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പം എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, അതാണ് ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിൻ്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയതും. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഇനി തെറി പറയാം, തള്ളക്കി പറയാം, എന്ത് നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്.
അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ ഉണ്ട് ബ്രോ. പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്കെന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ. മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ ആണത്. അത് ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി നിന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നിന്നാലേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാനും ഇപ്പം നീ പറഞ്ഞില്ലേ മറ്റേ ഹാർഡ് വർക്കും കമ്മിറ്റഡും, ഞാൻ എങ്ങനെയാ വന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഡിയൻസിനും അടുത്ത് പോകും. നീ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഞാൻ എങ്ങനെയാ വന്നതെന്ന് നീ എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ഇതൊന്ന് അന്വേഷിച്ചാൽ മതി. വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ഞാൻ ജനിച്ചത്. മനസ്സിലായ? സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ജനിച്ചത്. എനിക്ക് ആ കരണ്ടി കൊണ്ടുതരാൻ ആരും എനിക്കില്ലായിരുന്നു. ആ കരണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായിക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അവരാതോ ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എന്താ പറയാ, എങ്ങനെ വേണേൽ കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എൻ്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും മറ്റേ പേരിടാനുമാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടുള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരും അമ്പത്തൂരിന്നോ ഇത് TV ഉള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് അറിയത്തില്ല ഇവനെ. അതാ ഞാൻ പറഞ്ഞത്, അതാ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. ഇതിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അവർക്ക് ഇതിപ്പോൾ ഓൾറെഡി അമ്പത്തൂര് TV-യിലാണെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള സംസാരമാണ്. മനസ്സിലായോ? ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിങ്ങളുടെ അടുത്ത്? ഈ സമയത്തൊക്കെ ഷമീറിന്റെ കൂടെ വരെ RP ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ. അപ്പോൾ ബീഫ് സൗണ്ട് ഉണ്ട്. ബ്രോ എൻ്റെ കറണ്ട് പോവും ബ്രോ, എപ്പോൾ വേണേലും പോവാം. എനിക്ക് ഇതിനകത്ത് ചാർജ് ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു MRC ഫാൻ എന്നുള്ള രീതിയിൽ MRC ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപരാധിക്കാൻ വന്ന ലൈവാണ് നിങ്ങളുടെ അടുത്ത്. ഞാൻ നന്മവരം കളിക്കാൻ വന്ന ലൈവല്ല. ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ഞാൻ ഇരുന്ന് അപരാധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാനിത് വന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇത് എൻ്റെ സൈഡ് കേട്ടപ്പോൾ എൻ്റെ അടുത്ത് അശ്വിൻ ചേട്ടൻ, നീ ആദ്യം നിന്റെ സൈഡ് അവരുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്ക്, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്. നിനക്ക് ഉപദ്രവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതാക്കാം. പിന്നെ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞപ്പം ഓക്കെ, എന്നാൽ അങ്ങനെ ഒന്ന് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലയിലോട്ട് എടുക്കാം, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടോ ഇത് എങ്ങനെ വേണേൽ കൺവേർട്ട് ചെയ്ത് എന്നെ ഇതാക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞ കാര്യം ഞാൻ തിരുത്താൻ റെഡിയാണ്. ഞാൻ വേണമെങ്കിൽ തൊപ്പിയെടുത്ത് പേഴ്സണലി പോലും അവൻ മെൻ്റലി ഓക്കെ ആവുന്ന സമയത്ത്, അവനിപ്പം എന്തൊക്കെയോ കാര്യങ്ങളിലാണ്, അവൻ മെൻ്റലി ഓക്കെ ആവുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ച് പേഴ്സണലി സംസാരിക്കാനും റെഡിയാണ്.
അതിൽ എനിക്ക് ഒരു മടിയില്ല. തെറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരാകുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പും സിറ്റിയിൽ സിറ്റുവേഷൻസ് ഉണ്ടായ സമയത്ത് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ എൻ്റെ ഫെയിലിയറും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. മനസ്സിലായ? അപ്പോൾ അത് വീണ്ടും ഇതാക്കാൻ ഞാൻ അത് തിരുത്താൻ റെഡിയാണ്. എൻ്റെ അന്നേരത്തെ റേജിൽ പറ്റിപ്പോയതാ. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഡൊമിനിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു റാംബോ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട്, ഒരു മൊമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ. പിന്നെ ഡൊമിനിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഡൊമിനിക്ക് എൻ്റെ അടുത്ത് കൊമ്പനും അവരെല്ലാം വന്നൊന്ന് സംസാരിച്ചു. അവൻ കുറച്ച് നാളെ ആയുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഡൊമിനിക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. അവന് ചെയ്ത മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി. ഇനി അവൻ്റെ സൈഡിൽ നിന്ന് അത് അന്നേരത്തെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അന്നേരം ട്രിഗറായിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് എന്നുള്ളൊരു രീതിയിൽ ഡൊമിനിക്ക് എന്നോട് സംസാരിച്ച്. പിന്നെ അവൻ കുറച്ച് ദിവസം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കളിച്ചൊന്ന് സെറ്റായൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എനിക്കൊരു ചാൻസ് കൂടെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് കൈസ്. നമുക്കൊരു ചാൻസ് കൊടുക്കാൻ കൈസ്. ഇവൻ ഇനി എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞത്. സാവേജിനോട് ചോദിക്കണമെന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയണത്, ഒരു പ്ലെയറിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യണ്ടല്ലോ കൈസ്. അത് എനിക്ക് തോന്നുന്നുണ്ട് അത് മാറ്റി കൊടുക്കാമെന്ന് തോന്നുന്നു. അത് നമുക്ക് അവരുടെ PvP ഒരു പ്ലെയർ പോകുമ്പോഴേ നമുക്ക് ഈ ഡിസ്മാൻഡിൽ അല്ല, ഈ പറയണ കിക്ക് ചെയ്യാതെ ഒരു പ്ലെയർ നമ്മൾ അല്ലാതെ പോകുന്ന സമയത്ത് ഒരു ഗ്യാങ് കൊണ്ടുപോകുന്ന ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കറിയാതെ എന്തൊരു പ്രശ്നമായിരിക്കുമെന്ന്. ഒരു ചാൻസ് നമ്മൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചാൻസ്. ഇപ്പം ചന്ദ്രനാണെങ്കിലും ഒരു ചാൻസ് കിട്ടിയതല്ലേ അവരുടെ സൈഡിൽ നിന്ന്, വേറൊരു ആളുടെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്നുള്ളൊരു സാധനമാണ്. ഞാൻ സാവേജിനോടത്തൂടെ ചോദിച്ചിട്ട്, സാവേജിൻ്റെ സ്റ്റീവിൻ്റെ അടുത്തൂടെ ചോദിച്ചിട്ട് ഞാനത് ഡിസൈഡ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ വേറെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. ഇനി ഇത് സംസാരിച്ച ലൂപ്പാവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പെർട്ടിക്കുലർ ഇതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം ക്ലിയർ ഓഫ് ചെയ്തത്. കാരണം ഇത് ഡെയിലി ഇത് സംസാരിക്കാൻ താല്പര്യമില്ല കൈസ്. ഇനി ഡെയിലി നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഞാൻ ആക്റ്റീവായിട്ട് സ്ട്രീംസ് ഉണ്ടാവും. അപ്പോൾ അത് കൊണ്ട് ഡെയിലി എനിക്കിത് ഇതാക്കാൻ താല്പര്യമില്ല. അവിടെ TV സെർവർ അവനാണോ ഓണർ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടോ? എന്താ എന്ത് ചെയ്യണത്? കണ്ടില്ല. ആരുടെ സെർവർ എന്ന് പറഞ്ഞാലും ബ്രോ, ഇപ്പോഴും ബ്രോയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ. എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളെ ഇതിനകത്തോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവ ഈ സെർവറിൽ ഉണ്ടാവില്ല. ആ കമ്മിറ്റ്മെൻറ്റ് ബ്രാവോ എനിക്ക് തരുന്നുണ്ട്. മനസ്സിലായ? ഇനി നീക്ക് ആരുടെ സെർവർ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രേ ഉള്ളൂ. ആ സാധനം എനിക്ക് ബ്രാവോയുടെ സൈഡിൽ നിന്ന് കിട്ടും. നീയൊക്കെ ഇനി എന്ത് പറഞ്ഞുണ്ടാക്കിയാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സിറ്റി മാറിക്കോ ബ്രോ. സിറ്റി മാറിക്കോ. ഞങ്ങളിത് ചുമ്മാ ഉണ്ടാക്കിയതല്ലല്ലോ. കറണ്ട്ലി ഇന്ത്യയിലെ ബെസ്റ്റ് സെർവറാണ്. നമ്പർ 1 RP സെർവറാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സെർവറാണ്. ആ സെർവറിൽ എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെന്ന് പറയണതിൽ എന്താണ് എനിക്ക് ഇത്? എന്നോട് ചോദിച്ചിട്ട് കൂടി തന്നെയാണ് ബ്രാവോ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ റെഡിയാ. പക്ഷേ വേറെ ആളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാനത് ഇന്റൻഷനലി ഇതുവരെ ഒരു ഗ്യാങ്സിനെതിരെ ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ബാൻ മേടിച്ച് ഏതെങ്കിലും എൻ്റെ ഒരു സിംഗിൾ ബാൻ എൻ്റെ ഈ ഇൻഫ്ലുവൻസ് വെച്ച് ഞാൻ മാറ്റിയിട്ടുണ്ടോ? ബാൻ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. 11 ദിവസം ബാൻ മേടിച്ചിട്ട് പോലും 11 ദിവസം ഞാൻ RP ലൈവ് ഇടാതെ ഞാൻ എൻ്റെ ബാൻ അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന ആളാണ്. എനിക്ക് ആ സാധനം ഉണ്ട് ബ്രോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്ത് വേണേൽ പറയാം. TV സെർവറെന്നോ എൻ്റെ സെർവറെന്നോ ഈഗിളിൻ്റെ സെർവറെന്നോ എന്ത് വേണേൽ പറയാം. പക്ഷെ അത് അവൻ എന്നോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എനിക്ക് നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഈ സാധനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്തതെന്ന്. അല്ലാതെ ആർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതല്ല. ഇവിടെ പ്രീമിയം എടുക്കുന്നവർക്കും ഇവിടെ കളിക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള എല്ലാ പ്രയോറിറ്റീസും അവരുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഒരാളുടെ ഇതിനകത്ത് പോലും ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ പോയിട്ടില്ല ഇതുവരെ.
ഒരാളുടെ ആർപ്പിക്കകത്തോ ഒരാളുടെ ബാക്കിയുള്ള ഈ സെർവറിന്റെ കാര്യങ്ങളിലോ എൻ്റെ അടുത്ത് പക്ഷേ സെർവറിന്റെ കേസ് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയും ഞാൻ അതിൽ ഇന്റർഫിയർ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ബ്രാവോ എടുത്ത് പോയി ചോദിക്കണം എന്ന്. ഞാൻ ബ്രാവോ എടുത്ത് പോയി ചോദിക്കണം എന്നുള്ളത്. വി നൗ നോ അബൌട്ട് ഡയോസ് ഡിസിഷൻ. ആണോ? ഡയോസിനെ കളിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ കളിപ്പിക്കത്തില്ല. എന്താ പ്രശ്നം? നിനക്കാണോ ചോദിക്കാനുള്ളേ? നീ എന്നോടൊന്ന് വന്ന് ചോദിക്ക്. നീ എന്നോട് വന്ന് ചോദിക്കടാ. നീ എൻ്റെ അടുത്ത് ചോദിക്ക്. വന്ന് കളിപ്പിക്കണ്ടെന്ന് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കളിക്കണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് താല്പര്യമില്ലടാ ഇതുപോലെ വന്നിരുന്ന് ഡെയിലി മറ്റേ അറിയാവുന്നവരെ പറ്റി ഇങ്ങനെ അപരാധവും പറഞ്ഞ് കുണ്ണത്തരവും പറഞ്ഞിരിക്കാൻ. കളിക്കണ്ട, അവര് വേറെ സെർവറിൽ കളിച്ചാൽ മതി. കളിക്കുന്നില്ല കളിക്കണ്ട, അത്രയും തന്നെ ഉള്ളൂ. അത് ഓൾറെഡി പബ്ലിക്കലി പറഞ്ഞ കാര്യമല്ലേ ബ്രോ, ഞങ്ങൾക്ക് താല്പര്യമില്ല അവരുടെ കൂടെ കളിക്കാനെന്ന്. ഇത് നിങ്ങളിപ്പോ ഇപ്പൊ ഒരു കൂട്ടം പറയും ഈഗിൾ എക്സ്പോസ്ഡ് എന്ന്. എന്റെ സ്വന്തം ലൈവ് കണ്ടിട്ട് ഞാൻ എക്സ്പോസ് ആകുമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാ? എന്റെ ലൈവിൽ പറയുന്ന കാര്യം 19,000 16,000 20,000 പേർക്ക് ഇരുന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ലടാ. പിന്നെ ഞാൻ എങ്ങനെയാടാ എക്സ്പോസ് ആവുന്നേ? അത് അങ്ങനെ കുറെ എണ്ണ. ഇത് ഡയോസ് ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഞങ്ങൾ പബ്ലിക്കലി പറഞ്ഞ കാര്യമല്ലേ? ഇതൊക്കെ ട്രിഗർ ആക്കാൻ ഇടുന്നതാണെന്ന്. അയ്യോ അല്ല, ഞാൻ എന്നാലും പറയുക, ഇവിടെ ഡയോസ് വന്ന് കളിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിവിടെ ഒരാളെയും കട്ട് ഓഫ് ചെയ്യാനും ഇതാക്കാനും ഒന്നും താല്പര്യമില്ല ഗൈസ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക. എന്താണ് ബ്രോ നവീൻ ബ്രോ എന്തോ പറഞ്ഞായിരുന്നു അണ്ണാ? അവന്റെ ബാൻ മാറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം അണ്ണാ, ഈ കളിയിൽ തോക്കുന്ന സമയത്ത് വൈറ്റിയിൽ ഇരുന്ന് വീട്ടുകാരെ പറയുന്നത് നിർത്താൻ പറയാം. നവീൻ ബ്രോ, ഞാനത് ഓൾറെഡി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുവായിരുന്നു. അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്. പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ സംസാരിക്കാം എന്നുള്ളൊരു ഇത് തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. സംസാരിച്ചിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കാം. അവിടെ റിയാക്ടിങ് ആണ് ബ്രോ. റിയാക്ട് ചെയ്തോട്ടെ ബ്രോ, റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്ന എന്തെങ്കിലും കുണ്ണത്തരം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞോളാം. അന്നേരം പറഞ്ഞോളാം. മനസ്സിലായ? അവരെന്തോ റിയാക്ട് ചെയ്തോട്ടെ. എനിക്കതിലൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ റിയാക്ട് ചെയ്ത് നോക്കാം. അവർക്ക് അതാണ് വേണ്ടുന്നത്. ഷമീർ പറയുന്നുണ്ടായിരുന്നു അവരെന്തോന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ ബ്രോ. എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. ഞാനത് കഴിഞ്ഞിട്ട് ഞാനിത് സിറ്റുവേഷൻ കണ്ടിട്ട് പറയാം. ഞാനിപ്പോ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്യണോ? ഞാനിപ്പോ സ്ട്രൈക്ക് കൊടുക്കുന്നു. സ്ട്രൈക്ക് എന്തിനാ കൊടുക്കണേ? എനിക്ക് അതൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയി പോകും ഗൈസ്. ലൈവിഡ് മൂവ് ഓൺ. VC പോ. ഞാൻ VCയിൽ ജോക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ആരും ഇല്ലാന്ന് തോന്നുന്നു. VCയിൽ ആരും ഇല്ല ഗൈസ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും വിളിച്ചോണ്ട് വന്നിരുന്ന് ഇരുത്താറില്ല ഗൈസ്. ജോക്കി ഉണ്ടോ ഇവിടെ? ജോക്കി കോച്ച് വന്നു. യെസ് കോച്ച് പറ. എന്താ കോച്ച്? ഞാൻ ഉറങ്ങിയില്ല കോച്ച്. ഇന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിട്ടേ. സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞോടാ? എന്താ ജോക്കി? കേട്ടില്ല. സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞോ? സംഭാഷണ ശകലങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഇന്ന് കേറണം. ഇന്ന് സേഫ് സോൺ ആണോ ജോക്കി? ഇത് സേഫ് സോൺ മാറൂല്ലേ? ഇത് സിറ്റി തന്നെ വരുന്നത് കയറാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഇഷ്യൂ ആണ്. എന്തൊരവസ്ഥയല്ലേ? ജോക്കി ഒന്ന് ലൈവ് സംസാരിക്കാൻ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം.
ഞാൻ ഒരു പവർ നാപ്പ് കഴിഞ്ഞ് നേരെ വന്ന് കയറിയതാ. കഴിച്ച് ഞാൻ ഒന്ന് മുഖോടെ കൈയിട്ട് വരാം, എന്നിട്ട് ഫേസ് ക്യാം ഇടാം. ഹലോ സുഹൃത്തുക്കളെ, ഹലോ. എന്തൊക്കെയുണ്ട്? ഇന്ന് കണ്ടില്ലല്ലോടാ വെസ്റ്റ് പോയി. മെസ്ബോ എവിടെ പോയിടാ നീന്? ഫോൺ അടിച്ചാ എടുക്കുന്നില്ല. നിങ്ങൾ വിളിച്ചാ? ടീ വിളിച്ചു, ഞാൻ വിളിക്ക சொல்லு. ഞാനുന്നെ ഞാൻ ഉറക്കുമായിരുന്നു. മുംബൈ ചെയ്തു വിട്ടല്ലേ കേക്കേറിനെ. മുമ്പ് ചെയ്ത് വിടാൻ എന്തോടാ KKR എന്തുവാ മറ്റേ സാധനം വല്ലോ ആണോ? ഞാൻ പറഞ്ഞില്ലല്ലോ ഗണിക്കാൻ വേണ്ടിട്ട്. എടാ ഇന്നത്തെ സ്ട്രീം എന്റെ ഉണ്ടല്ലോ വെറും ശോകമായിരുന്നു. എന്നത്തെ കാര്യം മൂഡ് ശരിയല്ല. രണ്ടാമത്തെ കാര്യം ഏതോ ഈ സിറ്റിയിലൊന്നും കേറുന്നുമില്ല. ഈ ബ്രാവോ ഇന്ത്യ കാലം അവന്റെ അണ്ണു കേറാൻ പറ്റുന്നില്ല. 10 പ്രാവശ്യം എല്ലാവർക്കും സുഖമാണോ ഗൈസ്? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം പറഞ്ഞ പോലെ ചെയ്യ്, കേറാൻ പറ്റും. എന്തോ അപ്പം എടാ അവനൊരു കള്ളനാണ്, മനസ്സിലായോ? അവനെ പണ്ടേ ഒരു കള്ളനാണ്. റെഡി എനിക്ക് കേറാൻ പറ്റിയതാ. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം. നാളെ എന്റെ ലൈവ് വന്നിട്ട് ഈ ശാന്തയുടെ കൊട്ട ശാന്ത എന്നൊന്നും പറഞ്ഞിട്ട് കൊണക്കാൻ നിൽക്കരുത്. ഞാൻ ഇന്നേ നല്ല തെറിയാ വിളിച്ചത്. നാളെ തൊട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ലൈവ് ഇടണം. ദൈവത്തെ ഓർത്ത് ആദ്യമേ വന്ന് ട്രിഗർ ആക്കരുത്. ആൾക്കാരെ ഉങ്ങളെ ആര് ജോക്കി പണ്ടാം ഇത്രത്തോട്ട് തുടങ്ങിയതാ. മനസ്സിലായോ അണ്ണു? എല്ലാരും പண்ற ഇതിനു വേണ്ടി ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാ അങ്ങനെ. എടാ നിനക്കൊന്നും വേറെ പണിയില്ലടാ കുട്ടി തേവാങ്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്തിനാ ഹേറ്റ് കമന്റ് ഇട്ടിട്ട് കൊണക്കാൻ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തന്തയുടെ ഫോണിൽ ചോദിച്ച ഫോണ്, തന്തയുടെ പൈസ ചെലവാക്കുന്ന നെറ്റ്, അതിന്റെ എനർജി മാത്രം ഉണ്ട് ടൈപ്പ് ചെയ്യുന്നത്. ഇതിനാണോ വന്ന് ഹേറ്റ് കമന്റ് ഇടുന്നത്? എനിക്കൊന്നും പറയാനില്ല ഇതിനകത്ത്. PR എന്റെ ഇടയ്ക്ക് ഒരു കൊട്ട PR. ദേവി സുഖമോ ദേവി സുഖമോ ദേവി. കഴിച്ചാണോ? ആ എന്താ കഴിച്ചേ? ഭക്ഷണം. ജോക്കി എടി എന്ത് വാടാ എടാ. നിനക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധം ഉണ്ടോടാ നിനക്കൊക്കെ? എന്തൊക്കെ അണ്ടി വേണേലും കമന്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് നീയൊക്കെ സത്യം പറഞ്ഞ ലൈവ് കാണുന്നേ. നാണം കെട്ടവനെ, മാനം കെട്ടവനെ. അണ്ണു കഴിച്ചോ? അണ്ണു എടാ റണ്ണ് കഴിച്ചു മന്തി. അണ്ണു മന്തി മേടിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു അനക്കില്ല കേട്ടോ. ഇല്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചു തരാം. നീയൊക്കെ അണ്ണു നിങ്ങള് എനിക്ക് സ്നേഹിപ്പിലൊക്കെ മേടിച്ചരാന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിച്ചല്ലോ. എടാ ഞാൻ സത്യം പറഞ്ഞ IPL പ്രഡിക്ഷൻ പരിപാടി തുടങ്ങാൻ പോകും. ഞാനിന്ന് മുംബൈ ഇന്ത്യൻസ് ജയിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ RCB ജയിക്കുമെന്ന് പറഞ്ഞ് എടാ പോടാ ഇറങ്ങി. RCB ജയിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം ജയിച്ച്. ഇതാരാ നിന്റെ തന്ത? ഓക്കെ ബാനും കിട്ടി RPL. അണ്ണു ഒന്ന് ഗ്രൂപ്പ് നോക്കണേ. ഇല്ല ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യത്തില്ല. ഞാൻ ഇപ്പൊ വരാം. അല്ല ഗ്രൂപ്പ് നോക്കണേന്ന്. ഗ്രൂപ്പ് ഒരു മിനിറ്റ്. ഇതെന്തുവാ? ഗ്രൂപ്പ് ഞാനും ഇത് ചെയ്യട്ടെ. സിറ്റി കയറാൻ പറ്റുന്നുണ്ടാ? കേറാൻ പറ്റും. മറ്റേ സംഭവം ചെയ്ത് നോക്കട്ടെ. അതെന്താ സംഭവം? എനിക്ക് നോക്കാൻ വയ്യടാ. നിങ്ങൾ പറഞ്ഞു തരുമോ? താഴെ വരുമോ? താഴെ ബംഗാളി. നല്ല കാര്യം. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാ എടാ എന്താടാ ഇവന്മാരുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ആണോടാ വീണ്ടും അത് തന്നെ ചെയ്യണോടാ? യെസ്. കൊള്ളാം. ചെയ്യണോ
വേണോന്ന് പറയണോ വേണ്ടാന്ന് പറയണോ? നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് എന്താ പറയണ്ടേ മിസ് ബോയ്? എല്ലാരും ഒന്നും മിണ്ടാണ്ടിരിക്കണേ. ഇല്ല ചാറ്റ് ആയിക്കൊണ്ടിരിക്കുക. ചാറ്റ് ഹാപ്പിയാണോ? ഹാപ്പിയാണ് ബ്രോ, ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. ജയ് എസ് വി. അതൊക്കെ അത്രേ ഉള്ളൂ. കൈവാവാതല്ലോടാ എടാ. എല്ലാവർക്കും ഗൈസ് അപ്പം നാളെ തൊട്ട് ഞാൻ ലൈവ് വരുന്നതായിരിക്കും. ജോക്കി അണ്ണ ഷെഡ് കാണാൻ എനിക്ക് ഒരു മിനിറ്റ് ഷെഡ് കാണാൻ എനിക്ക് ജോക്കി അണ്ണ ഷെഡി അണ്ണനോ? അതാരാ ഷെഡി അണ്ണൻ? ഷെഡിക്കണ്ണൻ ആരാ? നമ്മുടെ പേരിട്ടായിരുന്നാ? എടാ സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെല്ലാരും പ്രോപ്പറായിട്ട് ആർപ്പ് ചെയ്തോണ്ടൊക്കെ പോവല്ലായിരുന്നു. എന്തിനാണോ എനിക്കറിഞ്ഞൂടാ. നിങ്ങള് എടാ മക്കളെ, നിങ്ങള് എല്ലാരും ഞാനൊരു കാര്യം പറഞ്ഞാൽ കേക്കൂ. നിങ്ങൾ കേൾക്കുമെങ്കിൽ കേക്കും എന്ന് പറഞ്ഞ് ഒരു റിപ്ലൈ ഇട്. നിന്റെ അടുത്തൊന്നും അല്ല എന്താളെ, വെരി ബാഡ് കേട്ടോ. നിങ്ങള് പറയടാ. നിങ്ങള് കേക്കാം. എടാ നിന്നോടല്ലെന്ന് പറഞ്ഞില്ലേ ഓൾറെഡി. ശ്രമിക്കാന്ന് പറഞ്ഞ അവനെ ഹൈഡി. ശ്രമിക്കാന്ന് പറഞ്ഞ ആരാടാ? ശ്രമിക്കാന്ന് പറഞ്ഞ അവൻ ഐഡി പേര് പറ. ഈ അവര് അപരാധിക്കുന്ന പോലെ നമ്മൾ അപരാധിക്കാൻ പോരുത്. സത്യം. എടാ അവർക്ക് അവരുടെ പിള്ളേരുടെ ചിലവന്മാരുടെ ഊച്ചിക്കറിവിന് നമ്മൾ പോയി നിലനിൽക്കരുത്. നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇഗ്നോറൻസ് ഈസ് ദ ബെസ്റ്റ് വേ ടു സർവൈവ് എന്ന പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ തന്നെ ഇപ്പൊ ഉണ്ടാക്കി പറഞ്ഞതാ. എന്നാലും അല്ല, ടി വി ജോക്കി അല്ല, ഞാനാണെങ്കിൽ KVA ജോക്കി. ഓക്കെ, അവന്റെ കുത്തിക്കഴപ്പങ്ങ് തീർന്നു. അത്രേ ഉള്ളൂ. നമ്മള് വെറുതെ മറ്റവന്മാരെ ഡീഗ്രേഡ് ചെയ്യാനോ ഇതൊന്നും പോണ്ട. പിന്നെ ആവശ്യമില്ലടാ. നമ്മളെന്തിനാ നമ്മുടെ സമയവും നമ്മുടെ നെറ്റും നമ്മുടെ ഇതും കാണുന്നത്? ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഇരുന്ന് ഈവന്റ് ലൈവ് കണ്ടിട്ട് എന്തെങ്കിലും ഇതാക്കുന്ന പോലും നമ്മൾ കാണാൻ പോണ്ട. വെറുതെ നെറ്റ് തീരുവല്ലേ. ഇതൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാണ്ട്. ഇഗ്നോറൻസ് ഈസ് ദ ബെസ്റ്റ് വേ ടു സർവൈവ്. ജോക്കി, ഇതിന് ഞാൻ എന്താ പറയണ്ടേ? ജോക്കി തന്നെ പറഞ്ഞോ, ഞാൻ അതിനെ അതുപോലെ സംസാരിക്കാം. ഞാനിപ്പോ ഇതിന് എന്താ റിപ്ലൈ കൊടുക്കണ്ടേ ജോക്കി? എടാ ഞാൻ കണ്ടില്ലടാ. കണ്ടില്ല. എന്താണ് സംഭവം? എന്താണ്? അല്ല, ഞാനിത് ഇഗ്നോർ ചെയ്യണോ ഞാനതോ ഞാൻ ഇത് സംസാരിക്കണോ ജോക്കി? പറ, നിനക്ക് എന്താണ് നിന്റെ മൈൻഡിൽ തോന്നുന്നേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച അശ്വിൻ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ച ഒരു രീതി. അശ്വിനേട്ടനെ ഡീൽ ചെയ്ത് ഞാൻ ഏറ്റോളാ. നിനക്ക് സംസാരിക്കണമെങ്കിൽ നീ സംസാരിച്ചോ. ഞാൻ കണ്ടില്ല, മറ്റേ ലൈവ് കണ്ടില്ല. എടാ ഞാൻ അശ്വിനേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും മൈൻഡേ ആക്കണ്ട. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. സംസാരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ സംസാരിക്ക്. എടാ ഞാൻ അതാ പറയുന്നത്, ഇവര് ഒരു പണിയില്ല ഇവർക്കൊന്നും. പോയോ നീകള്? ഇല്ല, ഞാൻ ഉണ്ട്. ഞാൻ ഉണ്ട്. എടാ ഒരു തവണ അത് പറഞ്ഞ, ഒരു തവണ അവന്റെ കാര്യം പറഞ്ഞു, നീ നിങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നെ ജോക്കി പറഞ്ഞത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണോ പറയണ്ടത്? ഇങ്ങനെയാണോ ഞാൻ ലൈവ് ഇടാൻ ഇരുന്നത്? അതല്ല ഞാൻ ഇങ്ങനെയാണോ ഇന്ന് ലൈവ് ഇടാൻ ഇരുന്നത്? ജോക്കി തന്നെ പറ. അതല്ല, പിന്നെ എടുത്തു വെച്ച് അവരാധിക്കുന്ന പിള്ളേരെല്ലാം ഇഗ്നോർ ചെയ്യുന്നതാ പറയുന്നേ. ഞാൻ അവർക്ക് ഇത്ര നേരം ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. നമ്മള് അറ്റ്ലീസ്റ്റ് ലൈവിൽ ഞാൻ ഇപ്പൊ എത്ര നേരമായി ജോക്കി ലൈവ് ഇടേണ്ട? 1.5 മണിക്കൂറായി. 1 മണിക്കൂറിൽ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞ കാര്യം എന്താന്ന് പോലും കേൾക്കാതെ അത് ലൈവായിട്ടിരുന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കണത് എൻ്റെ ചാനൽ എടുത്ത് ലൈവായിട്ട് വെച്ച് തിരിച്ചിരുന്ന്
പറയാന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ടൈം പോലും ഓഫ്ലൈനിൽ ഇവർക്കാർക്കും ഇല്ലേ ജോക്കി? അതാണ് എൻ്റെ ചോദ്യം. എനിക്കതാ മനസ്സിലാകാത്ത. ആദ്യം ഒന്ന് കേട്ടിട്ട് മൊത്തം മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം കണ്ടിട്ട് വന്ന് സംസാരിച്ചാൽ പോരെ. അതുപോലും ചെയ്യാതെ കറണ്ടായിട്ട് തന്നെ എനിക്കറിഞ്ഞൂടാ ഇവർക്ക് എന്താണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങോട്ട് ഇത് 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 ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഞാൻ നേരെ വന്ന് ഇപ്പൊ ഈ പറഞ്ഞതിനൊക്കെ തെറിയും പറഞ്ഞ് മാറ്റം മാസാക്കി ഞാൻ ഇത് പറഞ്ഞ അവിടെയും എൻ്റെ പ്രശ്നം. നമ്മൾ നടന്ന കാര്യം ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞപ്പം അത് കൺവേർട്ടിങ് ആയി. പക്ഷെ ഇന്ന് നീ കറക്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞത്. ഇന്ന് നീ മോശമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല ജോക്കി, ഇതാണ് സത്യം. അല്ല ഇതിലൊന്നും ഇല്ല, ഇതാണ് സത്യം. ഇത് ഇവർക്കറിയാം. ഇവര് തമ്മിൽ, അതായത് ഇവരുടെ ഈ സോക്കോൾഡ് ലീഡറും കോ ലീഡേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതാണ് വേറൊരു മെയിൻ പ്രശ്നം. മനസ്സിലായ? വേറൊരു മെയിൻ പ്രശ്നം ഇതാ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ജോക്കി, എനിക്ക് ഇവരൊക്കെ പറയണത് എന്താ ജോക്കി, ഇപ്പൊ സ്റ്റിൽ ഈ ഓഡിയൻസ് ആയിട്ടുള്ള ഇവരെല്ലാരും പറയണെന്ന് പറഞ്ഞാൽ എനിക്ക് MRC ആയിട്ട് വാർ വേണോ? അതിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ ജോക്കി എനിക്ക്? ഇവർക്ക് ആർക്കും ഒന്നും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാം ഇവരെല്ലാം പറയുന്നത് MRC ആയിട്ട് എടാ, ഒരു എനിക്ക് വാർ അടിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുമില്ല. കണ്ണാപ്പിയോ മറ്റേ നമ്മുടെ കണ്ണാപ്പിയോ ഗോകുനെ അങ്ങോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക ഒരു പാടുമില്ല. വാർ അടിക്കാനും ഒരു പാടുമില്ല. പിന്നെ ഈവൻ MRC എടുത്ത് ഈഗോ ആണ്, മറ്റേ എന്തോ മറ്റേ ഇതാണ് മറ്റേതാണെന്നൊക്കെ മറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ ഇത് എന്ത് ബേസിസില, ഒരു അടിസ്ഥാനരഹിതമായി ഇങ്ങനെ പറയുമ്പോ തന്നെ മനുഷ്യനൊരു ബോധം വേണമല്ലോ. അതുമില്ല, ഒരു ഇതുമില്ല. വാർ എടുക്കാൻ എനിക്ക് ഇത്ര കഷ്ടപ്പാടൊന്നും ഇല്ല ഗൈസ്. ഒരു വാർ എടുക്കാൻ എന്ത് കഷ്ടപ്പാടാണ്? ഒരു കഷ്ടപ്പാടും ഇല്ല വാർ എടുക്കാൻ. ഇഷ്ടം പോലെ വള്ളി എടുക്കാനുള്ള പിള്ളേരും അതുപോലെ അത് മാത്രമല്ല, വള്ളിയുടെ കാര്യം പോട്ടെ, അടിക്കാൻ നല്ല രീതിയിൽ അറിയാവുന്ന പിള്ളേർ, ഫുൾ കോൺഫിഡൻസ് ആയിട്ടുള്ള എനിക്ക് എൻ്റെ ലൈനപ്പിൽ അങ്ങനെയുള്ള ഒരു സമയത്ത്, നമ്മൾ അത്രയും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പോയി ഒരു വള്ളി എടുക്കാൻ ഇത്രയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വളഞ്ഞ് മൂക്കെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക്? ഒരു കോമ്പറ്റീഷൻ ആണ്, അത് കൺസിഡർ ചെയ്യണം. The situation is this situation please drop and ignore waste of time. വേറെ രീതിയിൽ ഇത് ഡീലാക്കുക ബ്രോ. എനിക്കിത് വേറെ രീതിയിൽ എങ്ങനെ ഡീലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. കാരണം കറണ്ട്ലി തൊപ്പി ഇനാക്റ്റീവ് ആണ്. പിന്നെ ഇവരുടെ കോലീഡേഴ്സ് രണ്ടുപേരുടെ അടുത്ത് ഞാൻ സംസാരിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ ഈ ലൈവ് ഇട്ട് പറയുന്ന ആളിലേക്ക് പോലും ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഇത് ആരോടാ സംസാരിക്കണ്ടേ ബ്രോ? പറ, ഞാനിത് ആരോടാ സംസാരിക്കണ്ടേ? എന്താടാ അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലേ? ഇല്ല ജോക്കി, ഞാൻ പറഞ്ഞില്ല ജോക്കി, ഈ ഷമീർ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നും ഒന്നും അറിഞ്ഞൂടാ. അത് അണ്ണൻ കണ്ടില്ല, അണ്ണൻ മറ്റേത് പറഞ്ഞപ്പോഴാണ് പുള്ളി അറിയുന്നത്. സംസാരിച്ചു ഇങ്ങനെയൊക്കെ പുള്ളി അറിഞ്ഞിട്ടില്ല. ഞാൻ ഓടി അറിയാതെ TJയുടെ ഗ്യാങ് കയറിപ്പോയി. ഇല്ലെന്ന് തോന്നുന്നു. എന്ത് വേടാ കണ്ണാപ്പി വാ തുറന്നിരിക്കേ? ബ്രോ ഷേക്കിനെ മാഗിന് മാഗ കണ്ടാൽ മനസ്സിലാവും. ബ്രോ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്? ചാറ്റിൽ ബ്രോനെ പറ്റി തെറി പറയുമ്പോൾ നല്ലോണം റിയാക്ട് ചെയ്യലും കിക്ക് ആക്കലും ഉണ്ട്. ക്ലിപ്സ് മാത്രം കണ്ടുകൊണ്ടുള്ള സീൻ ലൈവ് കണ്ടാൽ മനസ്സിലാവും. ബ്രോ റെസ്പെക്ട് ടു ഓൾ. ബ്രോ ഞാൻ അവര് എന്നെ പറ്റി പറയണ കാര്യമല്ല ബ്രോ സംസാരിക്കുന്നേ ബ്രോ. ഇത് അല്ലല്ല, ഒരു മിനിറ്റ്. ഈ സെയിം സമയത്ത് ഷമീർ നമ്മളോട് കളിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് റെസ്പെക്ട് കൊടുത്ത് തന്നെ RP ചെയ്യുന്നേ. ജോക്കി കഴിഞ്ഞ ദിവസം ഷമീറിനോട് RP ചെയ്തത് ബ്രോ കണ്ടായിരുന്നു ബ്രോ. നമ്മൾ തിരിച്ചത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് വേറെ എന്തോ ഇനി കൂടുതൽ നമ്മൾ ചെയ്യണ്ടേ? അല്ല ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇനി ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ഇനി സിറ്റിയിൽ ഒരു സിറ്റുവേഷനോ കൊണയോ വന്നാൽ നമ്മൾ സിറ്റുവേഷനായിട്ട് തീർക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് അതൊന്നും കോംപ്രമൈസ് ചെയ്യാനല്ല ഈ ലൈവ്. അതൊന്നും കോംപ്രമൈസ് ചെയ്യാനേ അല്ല ലൈവ്. അതൊന്നും ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണ്ട. ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ഗ്യാങ് ബിൽഡ് ചെയ്യണ്ട. ഇനി സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സിറ്റുവേഷനായിട്ട് തന്നെ പോവും. പക്ഷെ അതിനെപ്പറ്റി അല്ല പറയുന്നേ. നമ്മൾ പറയുന്ന കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ മുട്ടിയിരിക്കുമല്ല. RP കയറാറ് ബ്രോ. എനിക്കിത് ഇങ്ങനെ മൈൻഡിൽ വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ.
കാരണം എന്താ പറയാ പക്ഷെ ഇത്രയും നാളിത് ചെയ്തു വന്നിട്ട് നമ്മൾ ബിട്രേ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എങ്ങനെ ആർപ്പി കളിക്കണേ? അതെന്റെ ചോദ്യം. എനിക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്നിട്ടും ഇത് അങ്ങനത്തെ രീതിയിൽ പോട്ടെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു ലൈവ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതായിട്ടിരുന്ന് 1.5 മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം പോലും കേൾക്കാതെ പുള്ളി സ്റ്റില്ലിരുന്ന് അതിൻ്റെ അകത്തെ ഏതൊക്കെയോ മുറിയും ഇതും കണ്ടിട്ട് വീണ്ടും ഇരുന്ന് നമ്മളെ അപരാധിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടുണ്ട്. അതൊരു മിഥുനൻ 720p ആണ്. എന്താടാ എന്താണ് നിനക്ക്? ശരി അവനൊരു മോഡറേറ്റർ പറഞ്ഞ എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ തൊപ്പിനെ വലിച്ചിട്ട കേസ് അതായിരുന്നു എല്ലാവർക്കും അറിയേണ്ട സാധനം. അത് അവൻ ഇന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് അവന്റെ സൈഡും പറഞ്ഞ് എന്താണ് പ്രശ്നം എന്ന് പറയുകയും ചെയ്ത്. ദൈവത്തെ ഓർത്ത് ആ കാര്യം ഒഴിച്ച് ആ കാര്യം മാത്രം. അല്ല ജോക്കി, ഞാൻ ഒരു കാര്യം പറയാം. അത് മിസ്റ്റേക്ക്. അത് തൊപ്പിയുടെ സൈഡിൽ നിന്ന് അവൻ അതിന് എന്തെങ്കിലും റിപ്ലൈ പറയാനുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കാൻ റെഡിയാണ്. അതിന് അവനുള്ള മറുപടി അവനോട് ഞാൻ പറഞ്ഞോളാം. അത് എനിക്ക് ഇവരുമായിട്ട് സോർട്ട് ചെയ്യേണ്ട. അത് ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പോ ജോക്കി ഇവര് തൊപ്പിയുടെ അച്ചീവ്മെന്റ്സ് എടുത്തിടുക. അതാണ് കേൾക്കാൻ പറ്റാത്തത്. എന്നിട്ട് ഇപ്പൊ അവര് പറയണത് ഞാൻ കൺവേർട്ടിങ് ആണ്, വിക്ടിം കാർഡാ. എന്തെടാ, എനിക്ക് എന്ത് അണ്ടിക്കാടാ നിന്റെയൊക്കെ ഓഡിയൻസിനെ എനിക്ക് നിന്റെയൊക്കെ ഓഡിയൻസിനെ എനിക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്റെയൊക്കെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിനോട് എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു TV ഉണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഗ്യാങ് എവിടെ എത്തിക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. അതെല്ലാം ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞ്. ഇതിന് മുകളിലോട്ട് എന്താ വേണ്ടുന്നേ? കേരളത്തിൽ ഇപ്പൊ ഏകദേശം 10 എല്ലാം കൂടെ നോക്കിയാൽ ഒരു 10, 35,000, 40,000 പേര് RP കാണുന്നുണ്ടായിരിക്കും. അതിന്റെ പകുതി വരെ ഓൾറെഡി നമ്മൾ പുള്ളി ചെയ്ത് കഴിഞ്ഞു, പകുതിയിൽ കൂടുതൽ. ഇനി ആരെയാ ഞാൻ ഇംപ്രസ് ചെയ്യിപ്പിക്കണ്ടേ? ഇനി ആരെയാ ഞാൻ കൊണ്ടുവരണ്ടേ? എനിക്കിപ്പോഴേ ലോക്കോക്കാര് ജോക്കിയോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നെ റിക്രൂട്ട് ചെയ്ത സമയത്ത് ലോക്കോക്കാര് പറഞ്ഞതാണ്, RP കളിക്കുന്ന ആളല്ലേ ഈഗിളിന് വാച്ച് അവേഴ്സ് ഒക്കെ പുള്ള് ചെയ്യാൻ പറ്റുമോ ഈ ഗെയിമിന്, അങ്ങനെ ഒരു ഇതുണ്ടെന്ന്. ആദ്യത്തെ മാസം അവന്മാര് ഇന്ത്യയിലെ ടോപ്പ് ഗെയിമേഴ്സിന് കൊടുത്തതിൻ്റെ അതിനൊക്കെ കൂടുതൽ സാലറി എനിക്ക് തരേണ്ട വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ജോക്കിയോട് ഇവരടുത്ത് പറയുക ഈഗിളിനോട് കുറച്ച് സ്ട്രീം ചെയ്താൽ മതിയെന്ന് പറഞ്ഞേക്കണേന്ന്. ജോക്കി, കേരളത്തിൽ ലോക്കോ കോൺട്രാക്ട് ഉള്ളതിൽ ഒരേ ഒരു സ്ട്രീമർക്ക് മാത്രമുള്ളതല്ലോ എല്ലാവരും ജോക്കി 60 അവേഴ്സ്. വേറെ ആർക്കെങ്കിലും എന്നൊക്കെ മുമ്പ് പ്രൈമായിട്ട് നിന്ന സമയത്ത് ഞാൻ പറയണം, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയണേ ഗൈസ്. കേരളത്തില് 60 അവേഴ്സിൽ നെർഫ് ചെയ്തത് എന്നെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 90 മണിക്കൂറായിരുന്നു. ബാക്കി എല്ലാവർക്കും അന്ന് തൊട്ട് തുടങ്ങിയതാ. ഞാൻ പറയാ, 90 മണിക്കൂർ ഒരു മാസം ഞാൻ ലൈവ് ഇട്ടിരുന്നെങ്കിൽ 90 മണിക്കൂർ ഞാൻ ലൈവ് ഇട്ടിരുന്നെങ്കിൽ ലോക്കോക്കാർ എനിക്ക് മാസം 50 ലക്ഷം രൂപ തരേണ്ട വന്നേനെ. അത്ര ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയണില്ല. എൻ്റെ പ്രൈം ടൈമിൽ ഞാൻ പറയാം 90 അവേഴ്സ്. എന്നിട്ടും ഞാൻ ഇപ്പോഴും പറയുന്ന വേറൊരു സത്യം ഞാൻ പറയാം. ലോക്കോയിൽ 60 മണിക്കൂർ ജോക്കി ഒരു 1.5 വർഷം കോൺട്രാക്ട് ഉണ്ടായിരുന്നല്ലോ ജോക്കി. 60 മണിക്കൂർ ഏതെങ്കിലും ഒരു മാസം ഞാൻ തീർത്തിട്ടുണ്ടോ ജോക്കി? അതുമില്ല. 60 മണിക്കൂർ ഒരു വട്ടമാണ് ജീവിതത്തിൽ. പൈസക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല ഗൈസ്. ഞാൻ ഇപ്പോഴും പറയാ, പൈസക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ സത്യമായിട്ട് ഇരുന്നിട്ടില്ല 90 മണിക്കൂറും 60 മണിക്കൂറൊന്നും ചെയ്യാൻ. ഞാൻ 40 മണിക്കൂറും 20-30 മണിക്കൂറും ചെയ്തിട്ട് ജോക്കിയും സാത്താനും വൈകുന്നേരം ആകുമ്പോൾ എന്നെ വിളിക്കും, ഈകളൊന്ന് ചെയ്യടാ, ഈകളൊന്ന് ഇത് ചെയ്യടാ, അല്ലെങ്കിൽ അമ്മമാർ പേയ്മെന്റ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. എൻ്റെ 25%, 30% പേയ്മെന്റ് കട്ട് ചെയ്തിട്ടുള്ള പേയ്മെന്റ്സാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ വട്ടവും ഞാൻ ലോക്കോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇൻകം ടാക്സ് ബ്രോ, ഇത് ആ വർഷത്തെയാണ് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഇൻകം ടാക്സിന്റെ കാര്യങ്ങളൊക്കെ വന്നത്. എൻ്റെ റവന്യൂവും എൻ്റെ കണക്കും എല്ലാം കറക്റ്റായിട്ട് ഇൻകം ടാക്സിന് അറിയാം. ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ റീപേ ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം ഏകദേശം ഒരു എനിക്ക് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടച്ച് തീർത്തുകൊണ്ടേ ഇരിക്കുക. അത് ഇൻകം ടാക്സർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ എൻ്റെ റവന്യൂ. നമ്മുടെ ബ്രോ വേറൊരു കാര്യമുണ്ട്, ഈ സ്ട്രീമേഴ്സിൻ്റെ റവന്യൂ ബ്ലാക്ക് മണി അല്ല, നമ്മുടെ ബാങ്ക് ത്രൂ വരുന്ന പേയ്മെൻറ്റാ. അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് അട്ടിമറി കാണിക്കാൻ പറ്റുന്നത്?
ഒരു ബാങ്കിന്റെ മാനേജർ വിചാരിച്ചാൽ പോലും എന്റെ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും. മനസ്സിലായ? അതിലൊന്നും വേറെ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞാൻ അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ജോക്കിക്കും അറിയാം. ജോക്കിയുടെ കാര്യമാണെങ്കിലും ഇതിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഇത് ഇപ്പൊ പ്രോപ്പർ ആണ്, ലീഗലായി പൊക്കോണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇതിനകത്ത് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ സൂപ്പർ ചാറ്റ് ഒക്കെ ഇതുകൊണ്ട് എന്റെ ഗ്രൂപ്പിലുള്ള കുറെ പേരോട് ഉണ്ടല്ലോ, അറിയാലോ. എല്ലാ ഗ്രൂപ്പിലും കൂടെ ഒരു 6,000-7,000 മെമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്തൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്ന ഇൻകം ടാക്സ് സ്കാം, അൻവിൻ സ്കാം. ഇൻകം ടാക്സ് സ്കാമാ? ജോക്കി ഇന്ന് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ഇതിനെപ്പറ്റി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഒരു 800 രൂപ എന്തോ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഇൻകം ടാക്സ് സ്കാം ഉള്ള ആൾക്കാരാണ്, അതായത് എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയണത്. എന്തൊക്കെ എനിക്ക് ജോക്കി ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ 4 മണിക്കൂർ ലൈവ് വരുന്നത് മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. നമ്മൾ ജീവിതത്തിലെ മൊത്തം കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ട് കുന്തം വഴി നിൽക്കും. സ്കാം അണ്ടി. ടിവിയുടെ ഡൗൺഫോൾ തീരുമാനിക്കണത് ഇന്നലെ വന്ന അച്ചികളല്ല. മനസ്സിലായ? ടിവിയുടെ ഡൗൺഫോൾ തീരുമാനിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ